Das, who lived, പിലാസ് എന്ന് പറയുന്ന ഒരു രാജാവ് he ഉണ്ടായിരുന്നു. lived many years ago. അനേക വർഷം മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. He had a problem. He loved gold. അദ്ദേഹത്തെ സ്വർണ്ണത്തോട് വളരെ He ഇഷ്ടമായിരുന്നു. loved riches. സമ്പത്തിൽ ഇഷ്ടപ്പെട്ടു. So one day when an angel came to him, he said, whatever I touch must become gold. ഹല്ലേലൂയ. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തോട് ഒരു ദൂതൻ വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, നീ അദ്ദേഹം വന്ന് ചോദിച്ചു, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് തൊട്ടാലും സ്വർണ്ണമാകണം. He said, the angel said, all right, ദൂതൻ പറഞ്ഞു, whatever you touch shall become gold. നീ തൊടുന്നതെല്ലാം പൊന്നായി തീരും. Praise the Lord. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യം തൊടാൻ തുടങ്ങി. Everything began to turn to gold. തൊട്ടതെല്ലാം സ്വർണ്ണമായി തീരും. He had a wonderful time. നല്ല സന്തോഷമുള്ള From സമയം. 10 o'clock in the morning till 12:30, he was so happy. രാവിലെ തൊട്ട് 12 വരെ വളരെ സന്തോഷം. Wherever he touches, it's becoming gold. എവിടൊക്കെ തൊടുന്നു എല്ലാം സ്വർണ്ണമാകുക. Now he was hungry. അപ്പോൾ He came to have food. ഭക്ഷണം കഴിക്കാൻ വന്നു. He said, my precious wife, bring me food. എന്റെ ഭാര്യ ഭക്ഷണം തരാൻ പറഞ്ഞു. Wonderful food was placed in front of him. നല്ല ഭക്ഷണം മേശപ്പുറത്ത് വെച്ചു. He was so hungry, it touched his fork. It turned to gold. മേശപ്പോടെ ഫോർക്ക് ഭക്ഷണത്തിലേക്ക് He was very happy വളരെ സന്തോഷം. because he had a golden fork. ഫോർക്കും സ്വർണ്ണമായി തീർന്നു. Then he took the food and put it in his mouth. ഭക്ഷണം എടുത്ത് വായി വെച്ചപ്പോൾ That is the first shock he had. ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു അബദ്ധം You പറ്റി. cannot eat gold. സ്വർണ്ണം നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. Yeah, that became gold. ഹല്ലേലൂയ. ഈ ഭക്ഷണം സ്വർണ്ണമായി തീർന്നു. He began to get upset. അദ്ദേഹം നിരാശ തോന്നി. He realized something that he needed to realize. ഒരു കാര്യം അദ്ദേഹത്തിന് തിരിച്ചറിയണമെന്ന് മനസ്സിലായി. The happiness is not made by gold or money. ആമേൻ. പൊന്നോ വെള്ളിയോ സ്വർണ്ണമോ അല്ല നമുക്ക് സന്തോഷം His തരുന്നത്. little daughter came near him. അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ അദ്ദേഹത്തിന്റെ She ഓടി said, Daddy, she came running to him. ഹല്ലേലൂയ. ഡാഡി എന്ന് വിളിച്ചിട്ട് ഓടി വന്നു. Before he could do anything, she came and touched him. അദ്ദേഹം തടയുന്നതിന് മുമ്പേ കുഞ്ഞു വന്ന് അദ്ദേഹത്തെ തൊട്ടു. She became gold. അവള് സ്വർണ്ണമായി തീർന്നു. His wife did not know anything about it. ഇതിനെപ്പറ്റി ഒന്നും തന്റെ ഭാര്യയ്ക്ക് She അറിയില്ല. came near him, darling. She came and gave him a hug and stood there like that. ഹല്ലേലൂയ. ഡാർലിംഗ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വന്നു. അവള് സ്വർണ്ണമായി തീർന്നു. Some of the husbands in this house really hopes their wives would be like that. ചില സഭയിലെ ചില ഭർത്താക്കന്മാർ അങ്ങനെ They ചിന്തിക്കുന്നവരുണ്ടോ? hardly see their wives like that. Amen. ഹല്ലേലൂയ. അങ്ങനെ കാണുന്നില്ലായിരിക്കാം. Precious people, the Bible tells us about something. ദൈവവചനം ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. It is written in Psalms 1. Here is a promise for the whole church today. ആമേൻ. ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ നമുക്കൊരു വാഗ്ദത്തം ദൈവം തരുന്നുണ്ട്. It looks like the same thing, ഇതുപോലൊക്കെ നമുക്ക് തോന്നും കണ്ടാൽ. but it is different. എന്നാൽ അതിന്റെ അർത്ഥം വ്യത്യസ്തമാണ്. Psalms 1 verses 3. എന്റെ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Whatever he does shall prosper. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. Whatever he does shall prosper. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. Hallelujah. Praise the Lord. Verse 3 says, he will be like a tree firmly planted by streams of water, which yields its fruit in its season, and its leaf does not wither. In whatever he does, he prospers. ആമേൻ. അവൻ ഹല്ലേലൂയ. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. What are the conditions for prosperity? ഹല്ലേലൂയ. സമൃദ്ധിക്ക് വേണ്ടി എന്ത് നമ്മൾ ചെയ്യണം? Number 1, you must acknowledge that there is prosperity in the kingdom of God. ആമേൻ. ഒന്നാമതായി നമ്മൾ അംഗീകരിക്കണം ദൈവരാജ്യത്തിൽ സമൃദ്ധിയുണ്ട്. Hallelujah. Praise the Lord. We believe in prosperity. നമ്മൾ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നു. I don't believe in prosperity. I believe in a God who prospers and blesses his children. ആമേൻ. ആമേൻ. ഞാൻ അങ്ങനെയുള്ള വെറും ഒരു സമൃദ്ധിയിലല്ല വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ആ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മളെ സമൃദ്ധരാക്കുവാൻ മതിയായവൻ. Hallelujah. Praise the Lord. We are not looking after prosperity. We are not running after prosperity. ആമേൻ. ലോകത്തിന്റെ സമ്പത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നവരല്ല. But we are also not looking for poverty. എന്നാൽ നമ്മൾ ദാരിദ്ര്യത്തിന് വേണ്ടി ഓടുന്നവരല്ല. Hello. Praise the Lord. We are not looking for sickness. നമ്മൾ രോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. We are looking for health. Health is a prosperity. Good health is a prosperity. ആമേൻ. ആമേൻ. നല്ല ആരോഗ്യമുള്ള ശരീരം ദൈവത്തിന്റെ ദാനമാണ്. A good house to live in is a prosperity. നല്ല വീട്ടിൽ ജീവിക്കുന്നത് നല്ല അനുഗ്രഹമാണ്. Happiness in the home is prosperity. വീട്ടിലുള്ള സന്തോഷം അനുഗ്രഹമാണ്. If the family can sit together and pray, it is prosperity. It's a blessing. ആമേൻ. കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്താണ്, അനുഗ്രഹം. Hallelujah. All these things are prosperity. ഇതെല്ലാം സമൃദ്ധിയാണ്. Having a good car is a prosperity. നല്ല കാർ ഉള്ളത് ഒരു സമൃദ്ധിയാണ്. Having a new car is a blessing of God. പുതിയ കാർ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. It is all God wants his children to enjoy. തന്റെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം അനുഭവിക്കാൻ ദൈവം But don't get attached to these things. എന്നാൽ ഇതിലങ്ങ് കുടുങ്ങി പോകരുത്. Because if God wants you tomorrow to live in a place where you don't have any earthly comforts, you should still be prosperous. ആമേൻ. ആമേൻ. ലോകപ്രകാരമുള്ള സുഖസൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ആയിരുന്നാൽ തന്നെയും നിങ്ങൾ സമൃദ്ധിയുള്ളവരായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. We have millions of our brothers and sisters all over the world.
നമുക്ക് കോടിക്കണക്കിന് സഹോദരി സഹോദരന്മാർ നമുക്ക് Those who are born ലോകവ്യാപകമായി again by the blood of Jesus. അവരെല്ലാം യേശുവിന്റെ രക്തത്താൽ വീണ്ടും We have our ജനിക്കപ്പെട്ടു. brothers in Iran, we have our brothers in Iraq, we have brothers in Pakistan, we have brothers in North India, South India, all over the world, in Africa. They don't have the kind of prosperity, physical prosperity that we have. Yet I tell you, they are very, very prosperous in the soul. ആമേൻ ആമേൻ. ഇറാനിലെ, ഇറാഖിലെ, പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിലെ, അതേ ആഫ്രിക്കയിലെ വിവിധ സ്ഥലങ്ങളിലെ അനേക സഹോദരി സഹോദരന്മാർ നമുക്കുണ്ട്. ഈ ലോകം തരുന്നതായിട്ടുള്ള ആ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ആ സമൃദ്ധി അവർ പലർ കാണത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അവരുടെ ആത്മാവിൽ അവർ മഹാസമ്പന്നരാണ്. Hallelujah. Praise the Lord. And what are the conditions of prosperity? സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? Number one, you must acknowledge that God wants to bless you. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. If you don't want something, chances are you may never not get it. ഹല്ലേലൂയ. നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ചിലപ്പോൾ നമുക്ക് കിട്ടാൻ No, പറ്റത്തില്ല. if you don't want something, you will not get it. നിങ്ങൾക്ക് ഒരു കാര്യം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. You must want God to bless you. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം, നിങ്ങൾ ആഗ്രഹിക്കണം. If I want to bless my daughter, എന്റെ കുഞ്ഞിനെ എനിക്ക് അനുഗ്രഹിക്കണം. she says, no, I don't want it, Papa. അവള് പറയുവാണ് എനിക്ക് വേണ്ട. I said, these are good for you. ഞാൻ പറയും ഇത് നിനക്ക് She നല്ലതാണ്. says, I don't want it. ഓ എനിക്ക് വേണ്ട. Chances are I may not give it. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ കൊടുക്കത്തില്ല. Because I want to give where it is appreciated and wanted. ആമേൻ. ആരിതിനെ അംഗീകരിക്കും, ആരിതിനെ വിലമതിക്കും, അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. Hallelujah. How many of you appreciate the blessings of God? എത്ര പേര് ദൈവത്തിന്റെ അനുഗ്രഹത്തെ അംഗീകരിക്കുന്നു? God will bless you because you appreciate it. ഓ ഹല്ലേലൂയ. നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നതുകൊണ്ട്, നിങ്ങൾ അതിനെ വില കൽപ്പിക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. We must learn, number one, to be blessed. We must appreciate the blessings of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ വില കൊടുക്കണം, അല്ല നമ്മൾ അതിനെ വില മതിക്കണം. I heard a story about a lady. ഒരു സഹോദരിയെ പറ്റി ഇങ്ങനെ ഒരു കഥ She was കേട്ടിട്ടുണ്ട്. healed by God. ദൈവത്താൽ സൗഖ്യമാക്കപ്പെട്ടു. She thanked the Lord. ദൈവത്തെ സ്തുതിച്ചു. Then according to her words, അവരുടെ the വാക്യപ്രകാരം Lord thanked her. ഹല്ലേലൂയ. ആ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അവർക്ക് നന്ദി പറഞ്ഞു. You know why? എന്തുകൊണ്ടാണെന്ന് The അറിയാമോ? Lord said, Praise the Lord. my child, thank you for receiving what I have offered you. ആമേൻ. എൻ്റെ കുഞ്ഞേ, എൻ്റെ ദാനം നീ സ്വീകരിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. Hallelujah. Praise the Lord. It's amazing. I want to give this Bible to Benji, for example. Come here, Benji. ഹല്ലേലൂയ. ഉദാഹരണം ഇങ്ങനെ ശ്രദ്ധിക്കുക, ഞാൻ ഉദാഹരണം കാണിക്കാം. So Benji is standing there. ബെഞ്ചി അവിടെ നിൽക്കുക. So I have already offered it to Benji. ഞാൻ ഇത് ബെഞ്ചിക്ക് കൊടുക്കാം ബൈബിൾ. Then Benji doesn't want it. ബെഞ്ചിക്ക് ഇത് വേണ്ടെങ്കിൽ Can I get offended? ഹല്ലേലൂയ സ്തോത്രം. കൊടുക്കുന്ന എനിക്ക് ഒരു നീരസം ഉണ്ടാകുമോ? പ്രയാസം ഉണ്ടാകുമോ? ഹല്ലേലൂയ. But if he receives it, എന്നാൽ അവൻ വാങ്ങിക്കുമ്പോൾ സന്തോഷത്തോടെ വാങ്ങിക്കും. I'll be so happy. Thank you, Benji, for taking it. ഓ ബെഞ്ചി ഇത് വാങ്ങിച്ചതിന് നന്ദി. Because you have taken this, നീ ഇത് വളരെ വിലയുള്ളതായിട്ട് നീ I am സ്വീകരിച്ചത്. going to give even more. അധികം കൂടെ ഈ കുഞ്ഞിന് കൊടുക്കാൻ പോയി. You know what the Bible says? ദൈവവചനം എന്ത് പറയുന്നത് അറിയാമോ? He who has more will be given to him. ആമേൻ. ഉള്ളവനെ അവന് വീണ്ടും കൊടുക്കപ്പെടും. So appreciate the blessings of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കുക. Let our mindset be turned around to receive more of God. അധികമോ ദൈവത്തെ പ്രാപിക്കാൻ തക്കൊണ്ട് നമ്മുടെ മനസ്സ് ഒരുങ്ങട്ടെ. Here is another mindset that we are going to break. ഹല്ലേലൂയ. വേറൊരു മൈൻഡ് സെറ്റ് നമ്മൾ ബ്രേക്ക് Some ചെയ്യണം. people say like this: ചിലർ ഇങ്ങനെ പറയാറുണ്ട്. if I have enough on my plate and if I have enough to live by, that is enough for me. അത്യാവശ്യം ജീവിച്ചു പോകാൻ കൊണ്ടുണ്ടെങ്കിൽ മതി. Wrong. തെറ്റാണ്. That's your wrong understanding mindset of blessings of God. ദൈവത്തിന്റെ അനുഗ്രഹത്തെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള Listen to മനോഭാവം. me. ശ്രദ്ധിക്കുക. Jesus said, യേശു പറഞ്ഞു, if you have 2 coats, നിങ്ങൾക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ if a man asks for it, ഒന്നൊരാൾ ചോദിച്ചാൽ give one. ഒന്ന് അവന് കൊടുക്കണം. Have more to give. മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിനക്ക് അധികം ഉണ്ടാകണം. Hallelujah. Praise the Lord. There was a man called Ivan who lived in Russia. By the way, Ivans are normally in Russia. ഐവാൻ എന്ന പേരുള്ള ഒരു വ്യക്തി റഷ്യയിൽ ജീവിച്ചിരുന്നു. Did you know Ivan came from the name John, the biblical name John? ആമേൻ. നിങ്ങൾക്കറിയാമോ? ദൈവവചനത്തിലുള്ള ജോൺ എന്ന പേരിൽ നിന്നാണ് ഐവാൻ ഉണ്ടായത്. Okay, Ivan went to church. അദ്ദേഹം പള്ളിയിൽ പോയി. So the pastor said, preach like this. പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു. You know, church, if you have 2 cars, if you have 2 horses, give one away. ആമേൻ. ആർക്കെങ്കിലും 2 കുതിരയുണ്ടെങ്കിൽ ഒന്നിനെ മറ്റില്ലാത്തവർക്ക് കൊടുക്കുക. Everybody was happy. Ivan waved his hands. What a wonderful message. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമായി. ഐവാൻ സന്തോഷത്തോടെ കരം വീശി. Again, the pastor said, if you have 2 houses, give one away. വീണ്ടും പാസ്റ്റർ പറഞ്ഞു 2 വീടുള്ളവർ ഒന്നില്ലാത്തവർക്ക് കൊടുക്കണം. Everybody was happy. Ivan said, praise the Lord. Hallelujah. എല്ലാവർക്കും സന്തോഷമുണ്ടായി. ഐവാനും കരം വീശി. Then the preacher said like this. വീണ്ടും പ്രസംഗൻ ഇങ്ങനെ If you have 2 cars, give one away. 2 കാറുള്ളവർ ഒന്നില്ലാത്തവന് കൊടുക്കണം. Suddenly, Ivan was silent. പെട്ടെന്ന് ഐവാൻ മിണ്ടാതിരുന്നു. So the pastor said, Ivan, what happened? ചോദിച്ചു, ഐവാനെ ഇപ്പൊ നിനക്ക് ഉത്സാഹമില്ലേ? I have 2 cars. That is why I'm keeping quiet.
എനിക്ക് 2 കാറുണ്ട്, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. Hallelujah. Praise the Lord. Precious brothers and sisters, don't be satisfied with what you have in the way. Be thankful to God. But when God gives you extra, remember it is to bless somebody with that. ആമേൻ, ആമേൻ. നിങ്ങളുള്ള അവസ്ഥയിൽ ഇരിക്കാനല്ല, ദൈവം നിങ്ങളെ അധികം നൽകി അനുഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കണം, അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്. We need only very little. നമുക്ക് അല്പം മതി. We need little to eat and to clothe, cover our nakedness. And to honor people, we need very little. നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോയാൽ മതി. Amen. But always when God gives you extra, it is to bless other people. ആമേൻ. എന്നാൽ നിങ്ങൾ അധികം നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ മനസ്സിലാക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തരിക. So don't just pray, Lord, give me the basic, just enough for my food, just enough to give my plate. Don't pray like that. Lord, give me your abundance that I may be able to bless somebody. ആമേൻ, ആമേൻ. ഉണ്ണാനും ഉടുക്കാനും മാത്രം തന്നാ മതി എന്ന് പ്രാർത്ഥിക്കരുത്. കർത്താവേ, എനിക്ക് ആവശ്യം തരണം, എനിക്ക് ഇതിന് തൃപ്തിയായി മറ്റുള്ളവർക്കും കൊടുക്കുവാൻ എന്നെ സഹായിക്കണം. Yes, I want to tell you, church, some of you, God wants to bestow financial goods for you. Financial goods. Really financial wealth. അല്ലെങ്കിൽ യഥാർത്ഥമായ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ പലരുടെ മേൽ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. Why? എന്തുകൊണ്ടാണ്? So that you can be good stewards. ആമേൻ. ദൈവത്തിന്റെ ഗൃഹത്തിൽ നല്ല കാര്യവിചാരകന്മാരാകും. Not for ourselves. നമുക്ക് വേണ്ടിയിട്ടല്ല. Not to say, I know, I'm a big rich guy. I'm a rich guy, really. ഞാനൊരു സമ്പന്നനാണെന്ന് കാണിക്കാനല്ല. So who cares? ആരാണ് അതിനെ ഗണ്യമാക്കുന്നത്? I'll tell you, if you are rich, when you're able to share your goodness with people. നിങ്ങൾ സമ്പന്നരാകുമ്പോൾ നിങ്ങളുടെ സമ്പന്നത മറ്റുള്ളവരെ പങ്കുവയ്ക്കും. When you share it with other people, you become doubly blessed. ഓ, നിങ്ങൾ മറ്റുള്ളവരെ പങ്കുവയ്ക്കുമ്പോഴാണ് നിങ്ങൾ ഇരട്ടി അനുഗ്രഹിക്കപ്പെടുന്നത്. There's a story again somewhere in Russia or in Germany. There's a story of an 8-year-old man. 8 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെ പറ്റി, 80 വയസ്സുള്ള ഒരു വ്യക്തിയെ പറ്റി ഒരു കഥയുണ്ട്. He had a big well. അദ്ദേഹത്തിന് ഒരു കിണറുണ്ട്. And in this village, there was no rain for a couple of years. 1-2 വർഷം ആ ദേശത്ത് മഴ പെയ്തില്ല. And every well in that place became dry. ദേശത്തെ മറ്റ് കിണറെല്ലാം വറ്റിപ്പോയി. So all the people came to this man's well. He had water in his well. അദ്ദേഹത്തിന്റെ കിണറ്റിൽ വെള്ളമുള്ളതുകൊണ്ട് ദേശക്കാരെല്ലാം അദ്ദേഹത്തിന്റെ അടുക്ക് വന്നു. He said, "No, this well is for me and my family." അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് മറ്റുള്ളവർക്ക്, എനിക്കും എന്റെ കുടുംബത്തിന് He closed the വേണ്ടി. gate. ഗേറ്റ് അടച്ചു. The angel came. ദൂതൻ വന്നു. He said, "Open that well. You have to give it to the people of the village." ആ ദൂതൻ പറഞ്ഞു, നീ കതവ് തുറക്ക്, ദേശത്തിലെ ജനങ്ങൾ കൂടിയാണ് ഈ വെള്ളം. He said, "No, അദ്ദേഹം പറഞ്ഞു, ഇല്ല, this is with me." ഇത് എന്റേതാണ്. Soon his well began to dry up. അദ്ദേഹത്തിന്റെ കിണർ വറ്റാൻ തുടങ്ങി. His well had never dried up in the last years. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരിക്കലും ഈ കിണർ His വറ്റിയില്ല. well was the only well that was there. എപ്പോഴും വെള്ളമുള്ള ഈ ഒരേ കൊണ്ട് കിണറായത്. Then some light went inside his heart. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. There was a little bit of water. അല്പം വെള്ളം ഉണ്ടായിരുന്നു. He called his neighbor. അയൽക്കാരനെ വിളിച്ചു. "Tom, why don't you come and take some water from my well?" ടോമി വന്നിട്ട് അല്പം വെള്ളം കോരിക്കൊണ്ട് പോകും. Tom came and took the water. അദ്ദേഹം വന്ന് വെള്ളം കോരിക്കൊണ്ട് പോയി. Next morning he saw that the level was rising. ഹല്ലേലൂയ. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വെള്ളത്തിന്റെ നില കൂടി. Again he began to give. വീണ്ടും കൊടുക്കാൻ He തുടങ്ങി. saw the more he gave, the more he was getting. അത് എത്ര കൊടുത്തു അത്രയും കൂടെ വെള്ളം His well began to become prosperous. It was full. ഓ, തന്റെ കിണർ വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. Precious saints, our Lord Jesus Christ taught you this millions of years ago. The truth: give, and you shall receive. ആമേൻ, ആമേൻ. നമ്മുടെ യേശു കർത്താവ് നമ്മളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, കൊടുക്കുക നിങ്ങൾക്ക് കിട്ടും. Somebody had an experience like this. ഒരു വ്യക്തി ഇങ്ങനെ അനുഭവം That ഉണ്ടായി. person had a desire to give. കൊടുക്കാനുള്ള ഒരു ആഗ്രഹമുള്ള മനുഷ്യൻ. Even this morning, somebody shared that with me. രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞു, I tell you the secret to give. കൊടുക്കാനുള്ള When I was a little child, probably Benji's age, ഞാൻ ബെഞ്ചിയുടെ പ്രായമുണ്ടായ കുഞ്ഞായിരുന്നു. this person told me. ഈ വ്യക്തി എന്നോട് പറഞ്ഞു, This person had such a long desire to give, കൊടുക്കാനുള്ള വലിയ താല്പര്യം അദ്ദേഹത്തിനുണ്ട്. but that person did not have to give. എന്നാൽ കൊടുക്കാൻ ആവശ്യത്തിന് കയ്യിലില്ല. Then the Lord told that person, ആ വ്യക്തിയോട് കർത്താവ് പറഞ്ഞു, "Give from what you have, ഉള്ളതിൽ നിന്ന് കൊടുക്കുക, and I will prosper you." ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. Don't wait. And not only finances. Remember, in this church, we don't just talk about finances. Your time, ആമേൻ. ഈ സഭയിൽ നമ്മൾ പണത്തെ പറ്റി മാത്രമല്ല പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ സമയം, the fruit of the Spirit that is in us. നിങ്ങളിലുള്ള ആത്മാവിന്റെ ഫലം കൊടുക്കണം. When you give, നിങ്ങൾ കൊടുക്കുമ്പോൾ God will begin to increase it to you. അതിനെ ദൈവം വർദ്ധിപ്പിക്കും. I believe one of the marks of stewardship is how well can you give. ആമേൻ. എത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും, ഇതാണ് നിങ്ങളുടെ കാര്യവിചാരകത്വത്തെ കാണിക്കുന്നത്. Don't get me wrong. ഹല്ലേലൂയ. തെറ്റായി We are ധരിക്കരുത്. not preaching a message to get something into our church. Don't get me wrong. ആമേൻ. സഭയിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ആഹ്വാനമല്ല ഇത്. Did God take good care of us last year? കർത്താവ് നമ്മളെ ഏറ്റവും അനുഗ്രഹമായി കഴിഞ്ഞ വർഷം നടത്തിയില്ലേ? Yes, he Yes. has taken care of us. Have we gone up? Yes. Our increase, I want the church to know, our expenses have gone up, but our increase also has come, right? Yes. We have more. We received more this last year. ആമേൻ. നമ്മുടെ ചെലവുകളെല്ലാം വഹിക്കത്തക്ക രീതിയിൽ കർത്താവ് നമുക്ക് ഇൻക്രീസ് ചെയ്തു. Even now, I have not taught about financing in the church. ഇതുവരെ സഭയിൽ സമ്പത്തിനെ പറ്റി Our പഠിപ്പിച്ചിട്ടില്ല. God is faithful. നമ്മുടെ ദൈവം But I വിശ്വസ്തനാണ്. want you to know, നിങ്ങൾ ഇത് അറിയണം. I'm not talking about finances.
സാമ്പത്തിക പറ്റി I'm മാത്രമല്ല talking about every area of your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും How many of you have been able to give love? സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കാൻ എത്ര കഴിഞ്ഞിട്ടുണ്ട്? Money is the last thing. പണം ഏറ്റവും അവസാനത്തേത്. From this Sunday, I'm asking you something. ഇന്ന് മുതൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, Please tithe your love. നിങ്ങളുടെ സ്നേഹത്തിന് ഒരു ദശാംശം കൊടുക്കണം. Please tithe your mercy. നിങ്ങളുടെ കരുണയ്ക്ക് ഒരു ദശാംശം കൊടുക്കണം. Please tithe your care. നിങ്ങളുടെ കരുതലിന് ഒരു ദശാംശം കൊടുക്കണം. Hallelujah. Praise the Lord. Praise the Lord. Remember to do that. നിങ്ങൾ ചെയ്യാൻ ഓർക്കണമേ. Whenever you give, നിങ്ങൾ കൊടുക്കുമ്പോൾ add love with it. സ്നേഹത്തോടെ കൊടുക്കണം. The Bible says, എന്ത് ചെയ്താലും whoever gives, ആര് കൊടുത്താലും it will be poured back into him. അത് അവരുടെ മടിയിലേക്ക് തിരിച്ചു കൊടുക്കും. I don't want just money. എനിക്ക് പണം മാത്രം പോരാ, I want love. എനിക്ക് സ്നേഹം വേണം. I want a lot of things. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണം. And I want to invest into that. അതിലേക്ക് എനിക്ക് നിക്ഷേപിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. The godly prosperity, principle number 2, start giving. ആമേൻ. ദൈവികമായ സമൃദ്ധിയുടെ രണ്ടാമത്തെ തത്വം ഉള്ളത് കൊടുക്കാം. Remember, do not love money. പണത്തെ സ്നേഹിക്കരുത്. Don't love money. പണത്തെ സ്നേഹിക്കരുത്. The love of money is a kind of root of all evil. ദൈവവചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിലും ഏറ്റവും വലുത്. Don't love money, പണത്തെ സ്നേഹിക്കരുത്. but love God and more than anything else. ആമേൻ. എല്ലാത്തിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. I gave you 3 principles of prosperity. ഹല്ലേലൂയ. സമൃദ്ധിയുടെ 3 തത്വങ്ങൾ പറഞ്ഞു. 2014. How many of you want to start investing? എത്ര പേർ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു? Hallelujah. Are you ready? നിങ്ങൾ ഒരുക്കമാണോ? Hallelujah. I'm going to teach you how to invest. എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് പറയാം. God willing, in 2014 we should be able to hear stories of rich people in the church. ആമേൻ. ദൈവം അനുവദിച്ചാൽ 2014 സമൃദ്ധരായ സമ്പന്നന്മാരുടെ കഥകൾ നമ്മൾ കേൾക്കും. I want to tell you, I told you last Friday, those of you came for the Friday meeting. How many of you came for the Friday meeting? എത്ര പേർ വെള്ളിയാഴ്ച മീറ്റിംഗിന് വന്നു? How many of you were blessed in the Friday meeting? എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടു? Hallelujah. Praise the Lord. Praise the Lord. Amen. You see, we taught you something there. ചില കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചു. One of the things we said, I remember. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്. Remember, I said God is going to bring abundance into His church ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ സഭയിൽ ദൈവം സമൃദ്ധി കൊണ്ടുവരാൻ പോവുകയാണ്. before the revival comes. ഉണർവ് വരുന്നതിന് മുമ്പ്. Hallelujah. Praise the Lord. What is that abundance? എന്താണ് സമൃദ്ധി? Abundance in your soul. നിങ്ങളുടെ ആത്മാവിൽ സമൃദ്ധി. Here is a mark of abundance. ഇതാണ് സമൃദ്ധിയുടെ അടയാളം. Psalm 66:12. ഹല്ലേലൂയ. 66 സങ്കീർത്തനത്തിന്റെ 12 വാക്യം. He has made men to ride over our heads. He has taken us through fire and water. Yet He has finally brought us to a land of plenty, a time of plenty. ആമേൻ. അവൻ ഞങ്ങളെ തീരും വെള്ളത്തിൽ കൂടി ഓടിക്കുമാറാക്കി, ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, എങ്കിലും അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. Where will prosperity come? Prosperity comes into your soul, into your thinking. ആമേൻ. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ ആണ് സമൃദ്ധി വരുന്നത്. Always expect good things from God. ദൈവത്തിന്റെ ഏറ്റവും നല്ലത് എപ്പോഴും പ്രതീക്ഷിക്കുക. And He will give it to you. അത് ദൈവം നിങ്ങൾക്ക് തരും. What you expect will come to you. നിങ്ങൾ എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും. If you expect nothing less than the Lord Jesus Christ, He will be yours. ഹല്ലേലൂയ. യേശു കർത്താവിനെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ യേശു നിങ്ങളുടെ വകയാകും. Expect good things. നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. Don't expect bad things. തെറ്റായ മോശമായത് പ്രതീക്ഷിക്കരുത്. Don't expect, I'm going to die. ഞാൻ ചാകാൻ പോവാന്ന് ചിന്തിക്കരുത്. No, somebody the other day was telling me like this. ഒരാൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, Who thought I thought I will never get such and such a thing from such and such a place. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും Then I വിചാരിച്ചില്ല. thought, what were you expecting? What were you thinking? ഞാൻ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ? Seek the best. Expect the best. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കാം. And I look for a hall for your church. I am looking for the biggest church, the biggest hall, the most beautiful hall. You can whatever superlatives you want to add, you can do that. ആമേൻ. ഒരു സഭയ്ക്ക് വേണ്ടി ഒരു ആരാധന നോക്കുമ്പോൾ ഏറ്റവും നല്ലത്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏറ്റവും നല്ലതാണ് നോക്കുന്നത്. Are you praying like that? നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? Oh, pastor, we will go and sit in some den and some hole, and then we'll put some sackcloth on us, and then we will just be like that. Is that what you're praying? ഹല്ലേലൂയ. ഇതിലൊരു ഗുഹയിൽ പോയി ചാക്കുടുത്തോണ്ടിരുന്ന് ആരാധിക്കാതാണ് ആരും ചിന്തിക്കുന്നത്. No, a lot of people think that wearing sackcloth is humility. അനേകർ ചിന്തിക്കുന്നത് ചാക്കുശീല ഉടുത്താൽ അതാണ് താഴ്മ. Many people think that living in poverty is humility. അനേകർ ചിന്തിക്കുന്നത് ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ അതാണ് താഴ്മ. Oh, precious saints, don't believe all that lie of the devil. ഇതെല്ലാം പിശാചിന്റെ പോഷ്കാണ്, വിശ്വസിക്കരുത്. Expect. ആമേൻ. ദൈവത്തിൽ നല്ലത് പ്രതീക്ഷിക്കുക. Good will come to you. ദൈവം നിങ്ങൾക്ക് നല്ലത് തരും. Expect great things from God. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. Great things will come. വലിയ കാര്യങ്ങൾ വരും. Hallelujah. Praise God. That is why I always say, watch out when negative people can be so negative. ഹല്ലേലൂയ. ആളുകൾ പലപ്പോഴും ക്ഷയാത്മകമായി സംസാരിക്കും. Think big. വലുത് ചിന്തിക്കുക. Hallelujah. ആമേൻ. Think big. വലുത് ചിന്തിക്കുക. How many of you want to think big? എത്ര പേർക്ക് വലുത് ചിന്തിക്കണം? Hallelujah. Praise God. You start thinking big. വലിയ കാര്യം ചിന്തിക്കാൻ Remember തുടങ്ങുക. the vision God gave to Joseph. ജോസഫിന് ദൈവം കൊടുത്ത ദർശനം ഓർക്കുക. What is the vision? എന്താണ് സ്വപ്നം? Joseph was standing right on top.
ഓ ജോസഫേറ്റ് ഉയർത്തപ്പെട്ട് നിൽക്കുന്നു. His mind could not grasp the gravity of that vision. ആ സ്വപ്നത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന്റെ മനസ്സിന് കഴിയത്തില്ല. Finally, when he stood before Pharaoh, എന്നാൽ അദ്ദേഹം ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ, finally when his father blessed him, Jacob blessed him, യാക്കോബ് തന്നെ അനുഗ്രഹിച്ചപ്പോൾ, Joseph must have fully realized the gravity of the vision God gave him. ദൈവം തനിക്കെന്ന സ്വപ്നത്തിന്റെ അർത്ഥം അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. No, some people say, somehow let me survive in this world. എങ്ങനെയും ഞാനങ്ങ് കഴിഞ്ഞു കൂടിയോ. We are not called to be somehow survivors. എങ്ങനെയും കഴിഞ്ഞു കൂടാനല്ല ദൈവം We നമ്മളെ are called to be victorious inhabitants of the land. ഓ ദേശത്തെ പിടിച്ചെടുക്കുന്ന ജയാളികളാകുവാൻ ദൈവം നമ്മളെ We are വിളിച്ചു. called to be victorious. നമ്മളെ ജയാളികളാകുവാൻ ദൈവം Some people വിളിച്ചു. say like this, ചിലർ ഇങ്ങനെ I'm പറയാറുണ്ട്, living only for my children. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. Only for my children. മക്കളെ ഓർത്ത് മാത്രം. And after your children get married, they become good, what will happen to you? ഓ കുഞ്ഞുങ്ങൾ വളർന്ന് കല്യാണം കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? Many people live for their children. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം Don't ജീവിക്കും. live for your children, live for Jesus. ആമേൻ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുക. When you live for your children, when you live for Jesus, He will take care of your children and He will take care of you. ആമേൻ. യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ യേശു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും, നിങ്ങളെ നോക്കിക്കോളും. And there is a problem in the family. കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ Mothers from Kerala say that. വീട്ടിലെ അമ്മമാർ ഇങ്ങനെ Many പറയാറുണ്ട്, mothers, അനേകം അമ്മമാർ, living for my children. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാത്രമാണ്. After your children are married and they have good job, what will happen to you? കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടി അവർ വിവാഹിതരായി വേറെ മാറി, അത് Are you going to end your life? ജീവിതം തീർക്കാൻ പോകുന്നു. Foolish thoughts, തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ, foolish thinking. തെറ്റായ ചിന്തകൾ. But Jesus, എന്നാൽ യേശു, live for Jesus. യേശുവിന് വേണ്ടി He's a ജീവിക്കുക. good God. He is worth the investment, I tell you. ഓ ഹല്ലേലൂയ. എല്ലാ നിക്ഷേപങ്ങളും അവനിൽ നിക്ഷേപിക്കുവാൻ അവൻ യോഗ്യനാണ്. Don't just live. ഹല്ലേലൂയ. വെറുതെ ജീവിച്ചു പോയാൽ പോരാ, Expect from God പ്രതീക്ഷയോടെ ജീവിക്കണം. great things from God. ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെ ജീവിക്കുക. Hallelujah. Praise Praise the the Lord. Our God is a good God. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. Wants to abundantly prosper you. ഓ അവൻ നമ്മളെ I സമൃദ്ധിയായിട്ട് told you 4 അനുഗ്രഹിക്കും. things about investing. നിക്ഷേപിക്കുന്നതിനെ പറ്റി 4 കാര്യങ്ങൾ പറഞ്ഞു. But I'm going to tell you the principles of investing. എന്നാൽ നിക്ഷേപിക്കുന്നതിന്റെ തത്വങ്ങളെ പറ്റി How പറഞ്ഞു. many of you want to hear the principles of investing? ഹല്ലേലൂയ. നിക്ഷേപിക്കുന്നതിന്റെ തത്വങ്ങൾ എത്ര പേർക്ക് അറിയണം? When you want to invest money, you invest it in a place where you think the returns are good. ആമേൻ. നിങ്ങൾക്ക് മടങ്ങി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പണം നിക്ഷേപിക്കണം. For example, ഉദാഹരണം, some of you want to have a ministry. നിങ്ങൾ ചിലർക്ക് ഒരു ശുശ്രൂഷ You know, ആഗ്രഹിക്കുന്നുണ്ട്. God has already given you a ministry. കർത്താവ് നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ തന്നു കഴിഞ്ഞു. What happened? Praise the Lord. Is everything okay? Okay, what is the kind of investment that you want? നിങ്ങളുടെ അപ്പോൾ എന്ത് തരത്തിലുള്ള നിക്ഷേപം നിങ്ങൾ ചെയ്യണ്ടേ? Where should you invest? നിങ്ങൾ എവിടെ I'll നിക്ഷേപിക്കും? tell you the best place to start investing. നിങ്ങൾ നിക്ഷേപിക്കാനുള്ള നല്ല സ്ഥലം പറയാം. Invest in prayer. പ്രാർത്ഥനയിൽ നിക്ഷേപിക്കുക. It doesn't cost you any money. നിങ്ങൾക്ക് പണച്ചെലവില്ല അവിടെ. Hallelujah. Plan. Those of you want to get, how many of you think that God has called you into ministry? നിങ്ങളിൽ പലരും കർത്താവ് ശുശ്രൂഷ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ ഉറപ്പുള്ളവർ How to start that ministry? ആ ശുശ്രൂഷ തുടങ്ങുക. Start investing in prayer. പ്രാർത്ഥനയിൽ ശുശ്രൂഷ ആരംഭിക്കുക. Lord, you have gifted me with the ability to preach, കർത്താവേ പ്രസംഗിക്കാനുള്ള കൃപയാൽ എന്നെ the നിറച്ചിട്ടുണ്ട്. ability to teach. പഠിപ്പിക്കാനുള്ള കൃപ തന്നിട്ടുണ്ടല്ലോ. Today, Lord, I am investing into you by your promise. കർത്താവേ അങ്ങയുടെ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങിൽ നിക്ഷേപിക്കും. Your capital and investment is the promise of God. ഹല്ലേലൂയ. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂലധനം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Hallelujah. Praise the Lord. What did God say? ദൈവം എന്ത് പറയുന്നു? You shall dig, നീ കുഴിക്കുക, dig, നീ കുഴിക്കണം, and the Lord shall fill it. ദൈവം അത് നിറയ്ക്കും. Start praying. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Some of you want family. Worship God. ആമേൻ. അനേക വർഷങ്ങളായി എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കും. In my ministry, എൻ്റെ ശുശ്രൂഷ I've always been busy. ഞാൻ എപ്പോഴും തിരക്കാം. But we have been hoping and praying and desiring എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക many things about our family. ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയുള്ള പല കാര്യങ്ങൾ. Start investing in prayer. Don't just say, Lord, give me this, give me that. Start investing in prayer. ആമേൻ ആമേൻ. ഇതാന്ന് പറയുകയല്ല, അതിനെ പ്രാർത്ഥനയിൽ നിങ്ങൾ How do you invest in prayer? എങ്ങനെയാ പ്രാർത്ഥന നിക്ഷേപിക്കുന്നത്? You tell the Lord, give me something. കർത്താവേ എനിക്കൊരു കാര്യം തരണം. That's not the way to do it. അങ്ങനെയല്ല ചെയ്യുന്നത്. Take the word of God. ദൈവവചനം എടുക്കുക. I have a promise. എനിക്കൊരു For വാഗ്ദത്തമുണ്ട്. example, take 2 Kings 3:14. ഉദാഹരണത്തിന് 2 രാജാക്കന്മാർ 3:14 എടുക്കുക. Those who know it, you can say that. അറിയാവുന്നവർക്ക് കാണാതെ പറയാം. When you worship Him, കർത്താവിനെ ആരാധിക്കുമ്പോൾ say, Lord, this promise is mine according to the word of God. കർത്താവേ ദൈവവചന പ്രകാരം ഇതെന്റെ വാഗ്ദത്തമാണ്. I am declaring it and decreeing it in the presence of God. ദൈവസന്നിധിയിൽ ഈ വാഗ്ദത്തത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. According to the will of God. ദൈവഹിത പ്രകാരം I am digging today something. ഞാൻ എന്ത് ചിലത് കുഴിക്കുക. So with your mouth, നിങ്ങളുടെ വായ് കൊണ്ട് you are declaring open something.
ഹല്ലേലൂയ. നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ വായ കൊണ്ട് കുഴിക്കുക. You are investing with your mouth the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ വായ കൊണ്ട് You നിക്ഷേപിക്കുക. have the currency of God in your hand. നിങ്ങൾക്ക് കർത്താവിന്റെ നാണയം പണം നിങ്ങളുടെ കയ്യിൽ. What is the currency of God? എന്താണ് ദൈവത്തിന്റെ It is the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. What is the currency of God? ദൈവത്തിന്റെ പണം എന്താണ്? It is the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തം. God has said, ദൈവം പറഞ്ഞു, and therefore I say it. അതുകൊണ്ട് ഞാനത് ഏറ്റുപറയും. God has said, I will be a blessing, so I will be a blessing. ദൈവം ഞാൻ അനുഗ്രഹമാണ് പറഞ്ഞുകൊണ്ട് ഞാനത് ഏറ്റുപറയും. When you open your mouth and declare something, നിങ്ങൾ വായ തുറന്നൊരു കാര്യം പ്രഖ്യാപിക്കും. something happens around you. നിങ്ങൾക്ക് ചുറ്റും ചില കാര്യങ്ങൾ നടക്കുകയാണ്. There is something around you that keeps you alive. What is it, people? ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവനിൽ സഹായിക്കുന്നുണ്ട്. What is it? എന്താണത്? The air around you. നിങ്ങളുടെ ചുറ്റുമുള്ള ഓക്സിജൻ. The air is full of so many voices. ഹല്ലേലൂയ. ഈ വായുവിൽ അനേക ശബ്ദങ്ങളുണ്ട്. In midst of that voice, the voice of the Lord must come out of your mouth. ആമേൻ. ഈ അനേക ശബ്ദങ്ങളുടെ നടുവിൽ നിങ്ങളുടെ വായിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദം പുറത്തു വരിക. When your voice comes out with the word of God and the power of God, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ദൈവശക്തിയോടെ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ the air around you begins to be charged with the power of God. ആമേൻ. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള അന്തരീക്ഷം ദൈവശക്തി കൊണ്ട് നിറയുവാനിടയാകും. That is why when anointed people like you and me, we go into a house and start worshiping God, deliverances begin to take place. ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവമക്കളാണ് നിങ്ങളോ ഞാനോ ഒരു വീട്ടിൽ പോയി എവിടെ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിടുതൽ സംഭവിക്കുന്നത്. When you open your mouth, നിങ്ങൾ വായ തുറക്കുമ്പോൾ from you shall flow rivers of living water. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവനുള്ള വെള്ളം, ജീവജലത്തിന്റെ Not dead water. അല്ലല്ല, മരിച്ച വെള്ളമല്ല. The air inside Nirjivam, air around you is full of death, Amen. negativism, hopelessness, depression, oppression. ആമേൻ. നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം ഹല്ലേലൂയ നിർജീവമാണ്. അത് ഫലമില്ലാത്തതാണ്, അത് ക്ഷയാത്മകമാണ്, അത് നിരാശ വരുത്തുന്നതാണ്, അത് ഭോഷ്ക് നിറഞ്ഞതാണ്. Amen. Praise the Lord. But when you open your mouth, എന്നാൽ നിങ്ങൾ വായ തുറക്കുമ്പോൾ by the power and anointing of God, ദൈവത്തിന്റെ അഭിഷേകത്താലും ശക്തിയാലും in the name of Jesus, I declare life into this atmosphere now. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഞാൻ ജീവൻ പ്രഖ്യാപിക്കുന്നു. Suddenly life will come. പെട്ടെന്ന് അവിടെ ജീവൻ ഉണ്ടാകും. Remember when we have always prayed, we have commanded life upon people. You yourself heard the testimony of what the Lord has done in the life of people. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിർജീവരായി കിടന്ന ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ പോയി യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായത് നിങ്ങൾ പലരും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. Hallelujah. In our own church, we have heard that happening. നമ്മുടെ സഭയിൽ തന്നെ അത് കണ്ടിട്ടുണ്ട്. When we told in the Lord, come alive, what happened? യേശുവിന്റെ നാമത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? When the word of God was declared over people, ആളുകളുടെ മേൽ ദൈവത്തിന്റെ വചനം കൽപ്പിച്ചപ്പോൾ, according to the will of God, people began to raise. ആമേൻ. ദൈവത്തിന്റെ ഹിതപ്രകാരം ആളുകൾ എഴുന്നേറ്റു. Because the power and the word that comes from your mouth begins to make a difference in the atmosphere. ആമേൻ. കാരണം നിങ്ങളുടെ വായിൽ കൂടെ പുറപ്പെട്ടു വന്ന ദൈവത്തിന്റെ വചനം അവിടെ ആ അന്തരീക്ഷത്തിൽ വലിയൊരു വ്യത്യാസം സൃഷ്ടിച്ചു. Hallelujah. Praise the Lord. If you believe this, നിങ്ങൾ ഇത് you can വിശ്വസിക്കുന്നെങ്കിൽ start investing today. നിങ്ങൾക്ക് ഇന്ന് നിക്ഷേപിക്കാൻ തുടങ്ങാം. For example, ഉദാഹരണം, let's say you want to move your house from one place to another place. നിങ്ങളുടെ വീടുകളുടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. You have you don't see in the near future how it's going to happen. എങ്ങനെ നടക്കുമെന്ന് ഒരു പിടിയുമില്ല. But you can open your mouth and start declaring. ആമേൻ. എന്നാൽ വായ തുറന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങാം. I want to move to such and such a place. ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണം. Lord, if it is your will, കർത്താവ് അങ്ങയുടെ ഹിതമെങ്കിൽ open a way. എനിക്കൊരു വഴി തുറക്കണം. I am declaring ഞാൻ that the പ്രഖ്യാപിക്കുന്നു. Lord will open a way. ദൈവം എനിക്കായി ഒരു വഴി തുറക്കുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. Soon you keep declaring നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. according to the will of the Lord. ദൈവഹിതപ്രകാരം Things will begin to work out. കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. Suddenly you will start getting a job somewhere there. പെട്ടെന്ന് ആ സ്ഥലത്തിനടുത്തൊരു ജോലി നിങ്ങൾക്ക് കിട്ടും. Somebody will call you, why don't you come for an interview? ചിലർ പറയും ഇവിടെ ഇന്റർവ്യൂ വാ. And then you go there, you will get through. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ Once you get the job there, then you will look for a house there. ജോലി കിട്ടി കഴിയുമ്പോൾ വീട് നോക്കും. Are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? It is not circumstances that is leading you. You lead circumstance. ഹല്ലേലൂയ. നിങ്ങൾ സാഹചര്യത്തിന് അനുസരിച്ച് പോകുന്നവരല്ല, നിങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾ മാറും. Hallelujah. Praise the Lord. Supposing anything you want to be done in your life in Jesus' name. യേശുവിന്റെ നാമം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണം In a family situation, കുടുംബജീവിതത്തിന്റെ അനുഭവം, hold hands together, husband and wife. ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിക്കുക. Lord, I need this. കർത്താവേ എനിക്ക് ഇത് ആവശ്യമുണ്ട്. Don't stop there. നിർത്തരുത്. According to your will, we declare peace in our home. ദൈവഹിതപ്രകാരം ഈ ഭവനത്തിൽ ഞങ്ങൾ
സമാധാനം പ്രഖ്യാപിക്കുന്നു. According to the will of God, we decree and declare the power of God present in our home all the time. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും എപ്പോഴും ഈ ഭവനത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. In the name of Jesus, we are commanding our needs to be met, not to God. You don't command God, but you are commanding the circumstance. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് കൽപ്പിക്കും. നമ്മൾക്ക് ദൈവത്തോട് കൽപ്പിക്കാൻ അവകാശമില്ല, എന്നാൽ നമുക്ക് സാഹചര്യങ്ങളോട് കൽപ്പിക്കാം. People, do you agree with this message? മനസ്സിലാവുന്നുണ്ടോ? Are you with me? മനസ്സിലാവുന്നുണ്ടോ? Hallelujah. Praise the What Lord. happened when Elijah wanted some food? ഹല്ലേലൂയ. ഏലിയാവിന് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ എന്താ നടന്നേ? What did God tell him? ദൈവം എന്താണ് പറഞ്ഞത്? I have commanded the ravens to feed you. നിന്നെ പോറ്റുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. I have commanded the widow in Sarephath to feed you. നിന്നെ പോറ്റുവാൻ ഞാൻ ഒരു സരാഫത്തിൽ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. You read that part. ആ ഭാഗം നിങ്ങൾ 1 വായിക്കണം. Kings chapter 19. 1 രാജാക്കന്മാർ 19 And you അധ്യായം. tell me if the widow knew in her conscious mind that God had already commanded her. This is very important. I want you to listen to this. Even children, I want you to know, young people, I want you to understand how God works. ആമേൻ. ദൈവം എങ്ങനെ മനസ്സിലാക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ആ വേദഭാവം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിധവയ്ക്ക് തന്റെ ബോധ മനസ്സിൽ ഇങ്ങനെ ഒരാൾ വരുമെന്ന് അറിയാമായിരുന്നുവോ എന്ന്. She was a Gentile. താനൊരു ജാതീയ സ്ത്രീ ആയിരുന്നു. She had no conscious connection with the God of the Jews. ഓ, ഇസ്രായേലിന്റെ ദൈവവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. But God tells Elijah, എന്നാൽ ഏലിയാവിനോട് ദൈവം പറയുക, Elijah, I have already commanded the ravens. I have already commanded the widow. ഏലിയാവേ, ഞാൻ നിനക്ക് വേണ്ടി കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. What's the message? എന്താണ് സന്ദേശം? Even if your provision does not know you, God knows your provision. ആമേൻ ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ നിങ്ങൾ അറിയുന്നില്ല എങ്കിലും ദൈവം നിങ്ങളുടെ കരുതലിനെ അറിയുന്നു. God has already seen it ahead of you. നിങ്ങൾക്ക് മുന്നമേ ദൈവം അത് കണ്ടിരിക്കുന്നു. In 2003, 2003 I woke up with a heavy heart from where I was. I woke up from the bed. ഞാൻ ഭാരമുള്ള ഹൃദയത്തോടെ രാവിലെ എഴുന്നേറ്റു. We were going through a tough time. ജീവിതത്തിലെ പ്രതികൂലത്തിൽ കൂടെ I കടന്നു heard പോയി. his voice. ഞാൻ കർത്താവിനെ I ശബ്ദം കേട്ടു. have already provided for you. ഞാൻ നിനക്ക് വേണ്ടി കരുതി കഴിഞ്ഞു. Nobody was there to tell me how to bring it into completion. അതിനെ എങ്ങനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം But today I know. എന്നാൽ എനിക്കറിയാം. Hallelujah. Praise the Lord. God has already provided for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി കഴിഞ്ഞു. It is already there. അത് അവിടെ ഉണ്ട്. You know, now that I know how God works, ഇപ്പോൾ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു I'm not worried about my children's future. കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റി ഞാൻ He വിചാരിക്കുന്നു. has already provided. ദൈവം കരുതി കഴിഞ്ഞു. Last week we were able to see. കഴിഞ്ഞ ആഴ്ച കാണാൻ We കഴിഞ്ഞു. saw it. ഞങ്ങളത് കണ്ടു. Hallelujah. We were excited. I was shocked. എനിക്ക് ഉത്സാഹം തോന്നി. Hallelujah. And I want to tell you something which we didn't expect. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് നടത്തി. Hallelujah. Praise the Lord. We didn't expect that at all. അത്രയും പ്രതീക്ഷിച്ചില്ല. So when we got some amazing blessing, അനുഗ്രഹം കിട്ടിയപ്പോൾ I said that is a favor of God. ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ കൃപയാണ്. Not by our merits, but by His grace. ഓ, It's a എന്റെ favor. കഴിവുകൊണ്ട് നേടിയതല്ല, ദൈവത്തിന്റെ കൃപയാണ്. I reminded our children, കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചു. hold on, ladies, that is the favor of God. ഓ, കുഞ്ഞുങ്ങളെ ഓർത്തോണ ദൈവത്തിന്റെ We കരുണയാണ്. don't deserve, but God has already provided in that provision. You have what you don't deserve. His favor gives you what you don't deserve. ആമേൻ ആമേൻ. നമ്മൾ എന്തായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾക്ക് കുടിക്കാത്തതും നമ്മൾ നടാത്തതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. What you did not put, what you did not sow, you will drink from the wells which you Amen. have not dug. Praise the Lord. You will eat from the vineyards which you Amen. have not planted. Thank Amen. you. That Amen. is a promise for you. ഇത് നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. ആമേൻ. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Because of the favor of God. ദൈവത്തിന്റെ കരുണയാണ്. People ask, the devil asks, പിശാച് ചോദിക്കും, who is this Pastor Shiju? ഈ പാസ്റ്റർ ഷിജു ആരാ? How dare he become a pastor? അദ്ദേഹം പാസ്റ്ററായത് God said that is part of my favor. ഓ, ദൈവം പറയും എന്റെ കരുണയാൽ സംഭവിച്ചു. When you are being blessed, നിങ്ങൾ the അനുഗ്രഹിക്കപ്പെടും. devil will go and ask you, ഓ, പിശാച് നിങ്ങളോട് ചോദിക്കും, why do you bless that person? എന്തുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു? How dare you are not worthy? അവന് യോഗ്യതയില്ലല്ലോ. So tell the devil one thing. ഒരു കാര്യം പറയും. My worthiness is on the cross. ഓ, എന്റെ യോഗ്യത ക്രൂശിലാണ്. Jesus paid it all. യേശു അത് വില കൊടുത്തു കഴിഞ്ഞു. Oh, praise the Lord. Praise the Lord. Hallelujah. Amen. Praise the Lord. Praise the Lord. The devil and the world will try to keep on limiting you, people of God. ഓ, പിശാച് ലോകവും നിങ്ങളെ ഒതുക്കാൻ നോക്കും. Hallelujah. Praise the Lord. But God will not do it. എന്നാൽ ദൈവം അത് ചെയ്യത്തില്ല. Our God is not a limiting God. He's an unlimited God. ഓ, ദൈവം നമ്മളെ ഒതുക്കുന്നവരല്ല, നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നു. Hallelujah. Praise the Lord. In 2012 or 11, 2011 a man of God told me, ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, Pastor, you have churches all over America. പാസ്റ്റർ അമേരിക്കയിലെ എല്ലാ I സഭകളും said, ഉണ്ടാവും. what did you say? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? I said, I'm in Philadelphia right now.
No, Pastor. I see churches for you all over America. ഹല്ലേലൂയ. ഞാനിപ്പോ ഫിലഡൽഫിയയിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല പാസ്റ്ററെ, അമേരിക്കയിൽ എല്ലാ സഭകളും ഉണ്ടാവും. Oh, I said, oh, in that way. I said, agreed. Praise the Lord. ഞാൻ പറഞ്ഞു ഞാൻ യോജിക്കുന്നു. I said, why only in America? We have churches all over the world. ഞാൻ പറഞ്ഞു അമേരിക്ക മാത്രം എന്തുകൊണ്ടാണ്, ലോകം മൊത്തം We കാണും. declare it and decree it. ഞങ്ങളത് വിശ്വസിച്ചു പ്രഖ്യാപിച്ചു. Hallelujah. Amen. Praise the Lord. Praise the Lord. I want to tell you, sometimes we can be limited like this. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒതുങ്ങിപ്പാൻ പറ്റും. You know, people, you have similar churches all over the world. Why do you want your own church? ഹല്ലേലൂയ. ഇതുപോലുള്ള സഭ ലോകത്തിലെല്ലാം ഉണ്ടല്ലോ, നിങ്ങളുടെ സഭ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി? I used to think like that. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. But even this morning, the Lord put something in my mind. ഇന്ന് രാവിലെ കർത്താവ് ഒരു കാര്യം ചിന്തയിലിട്ടു. Whether people have it or not, when I tell you to do something, you do it. ആമേൻ. ഹല്ലേലൂയ. ആളുകൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. Hallelujah. Praise the Lord. Whether there are like-minded churches all over the world, if I want you to go and plant a church, you will do it. ആമേൻ. സമാന സ്വഭാവമുള്ള സഭകൾ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ പോലും ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ അത് പോയി ചെയ്യുക. Because I, the Lord, am somebody who prospers you. കാരണം ഞാനാണ് നിനക്ക് സമൃദ്ധി നൽകുന്നത്. People, are you understanding this? ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? When God begins to lift you up, He is not bothered about what other people think. He is not bothered about other people's equations. He is only concerned about you because you are His children. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറ്റു നിങ്ങളുടെ സമകാലീന സഭകളെ പറ്റിയോ മറ്റു വ്യക്തികളെ ആശ്രയിച്ചല്ല, നിങ്ങൾ അവന്റെ മക്കളായതുകൊണ്ട് ഇത് ദൈവത്തിന്റെ നല്ല ഇഷ്ടമാണ്. നിങ്ങളെ ഉയർത്തുവാനും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനും. Hallelujah. Supposing I say, ഞാൻ ഇങ്ങനെ പറയാം, let Feba be blessed so much. ഫേബ ഇത്രയും അനുഗ്രഹിക്കണം. Oh, let Miriam be blessed so much. ഇത്രയും മിരിയ അനുഗ്രഹിക്കണം. And let Achu be blessed so much. അച്ചുവിനെ ഇത്രയും അനുഗ്രഹിക്കണം. Let Shelin be blessed so much. ഷെറിനെ ഇത്രയും Let അനുഗ്രഹിക്കണം. Benji be blessed so much. ഇത്രയും ബെഞ്ചി അനുഗ്രഹിക്കണം. You know what God will say? ദൈവം എന്ത് പറയുന്ന അറിയാം? I want to bless Benji completely. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നീ പറഞ്ഞതിന്റെ അത്രയും അല്ല, അതിനേക്കാൾ ഉയർത്താൻ. Oh, what you are telling and thinking about other people is only a small fraction of what God really wants to do. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ മറ്റുള്ളവരെ പറ്റി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു അംശം മാത്രമേ ആവുന്നു. I want to tell you a secret. Don't tell anybody Praise else. the Lord. ഒരു രഹസ്യം പറയാം. Hallelujah. Praise When I pray for this man, when I pray for this man, when I pray for these people, you know what I pray for? ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ ചെയ്യുന്നത് അറിയാമോ? Don't tell them. അല്ല, അവരോട് പറയരുത്. Don't tell them. ആരോടും I say, പറയരുത്. Lord, let them get pulpits to preach. ഹല്ലേലൂയ. കർത്താവേ, അവർക്ക് ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ അവസരങ്ങൾ നീ കൊടുക്കണം. Let them be on fire. അവർ കത്തട്ടെ കർത്താവേ. Lord, even if I am not in town, let the church be in double the power. ഞാൻ പട്ടണത്തിൽ ഇല്ലെങ്കിലും കർത്താവേ, സഭ But ആത്മശക്തിയാൽ this കത്തട്ടെ. morning I'm telling you. ഞാൻ ഇന്നലെ പാൽക്കാലം പറയട്ടെ, And let me, you know what I pray for all our children? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം That പ്രാർത്ഥിക്കുന്നത് they will be able to honor God million times more than what we honor God. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. അനവധി തവണ അവർ But ദൈവത്തെ this morning I'm ബഹുമാനിക്കണം. telling you, രാവിലെ പറയുക, this desire seems to be good. ഈ ഹല്ലേലൂയ ആഗ്രഹം നല്ലതാണ്, It's a good thing, no? നല്ല കാര്യം. Praying for other people without selfishness. ഹല്ലേലൂയ. സ്വാർത്ഥത കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി But what പ്രാർത്ഥിക്കണം. I'm praying for the church is nothing compared to the glory that God wants to show in you. ആമേൻ, ആമേൻ, ആമേൻ. എന്നാൽ ഈ പറയുന്നത് നല്ല മനോഭാവമാണ്, നിങ്ങളോട് പറഞ്ഞല്ലോ. എന്നാൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഇതൊന്നുമല്ല, It's nothing. ഒന്നുമല്ല. Even the best heart, what it desires for you is nothing when you compare it to the blessings God wants to give Praise you. the Lord. നമ്മുടെ ഏറ്റവും നല്ല ഹൃദയത്തിൽ നിന്ന് ഏറ്റവും നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന്റെ ഒരു അംശം പോലും ആകുന്നില്ല. Let your minds be unlimited today in Jesus' name. ഓ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ മനസ്സിലേക്ക് വലിയ വിശാലത വരട്ടെ. I want to show you a small picture of the bigness of God's blessing. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ചെറിയ ചിത്രം ഞാൻ കാണിക്കാം. Remember what God tells in the book of Malachi? മലാഖയുടെ പുസ്തകം ദൈവം കാണിച്ചിരിക്കുന്നു. See, if I will not bless you, ഹല്ലേലൂയ. ഇതിനാൽ നിങ്ങൾ എന്നെ I will open the floodgates of heaven. ഞാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. And see, if you will not have enough space to hold it. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹം സൂക്ഷിക്കുവാൻ സ്ഥലമില്ലാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. That is not only regarding tithing. അത് ടൈത്തനിങ്ങിനെ പറ്റി It's a മാത്രമല്ല, picture of the blessing of God. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ചിത്രമാണ്. I want to tell that word comes to me. Sthalam pora adavaru. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Unlimited space. No ആമേൻ. place, no place. Lord, Hallelujah. I have so much of blessing, Lord. No, I want to give you more. സ്തോത്രം. കർത്താവേ, എനിക്ക് ഒത്തിരി അനുഗ്രഹമുണ്ട്. Lord, I കർത്താവേ, can't take it. കർത്താവേ, എനിക്ക് ഇത്രയും ഉൾക്കൊള്ളാൻ I'm പറ്റുന്നില്ല. going to give you more. ഞാൻ നിന്നെ അധികം തരാം. Peter was blessed by the blessing of God. ഓ, പത്രോസ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. His boat was full. അദ്ദേഹത്തിന്റെ ഹല്ലേലൂയ ആ ബോട്ട് നിറഞ്ഞു. What would you think? നമ്മൾ അത് എന്ത് ചെയ്യും? Peter said, Lord, enough. കർത്താവേ, മതി. My boat is full. എന്റെ ബോട്ട് God നിറഞ്ഞല്ലോ. said, no, I'm going to still continue to send the fish. ഹല്ലേലൂയ. Praise the Lord, praise the Lord. നിന്റെ ബോട്ട് നിറയ്ക്കാൻ മാത്രമല്ല, അധികം അയക്കാൻ പോവുകയാണ്. Abundance. ഹല്ലേലൂയ. What did Peter do? പത്രോസ് എന്ത് ചെയ്തു? Peter called the rest of the fishermen. മറ്റേ കൂട്ടാളികളെ വിളിച്ചു. Hey guys, I want to share today.
ഓ ഹല്ലേലൂയ, ഞാൻ ഇന്ന് പങ്കാളിയാ I'm പങ്കുവയ്ക്കുക. not going to be greedy and grab all that. ഞാൻ സ്വാർത്ഥനാകുന്നില്ല, ഇതെല്ലാം എനിക്ക് വേണ്ട. I'm not going to buy another boat. വേറൊരു ബോട്ട് വാങ്ങിക്കുന്നില്ല. I'm not going to start Peter and Company fishers. ഓ പീറ്റർ ആൻഡ് കമ്പനി ഫിഷേഴ്സ് തുടങ്ങുന്നില്ല. No. I have found something greater than the blessing. ഓ അനുഗ്രഹത്തെക്കാൾ വലിയതെന്ന് ഞാൻ കണ്ടു. Look, you guys, I'm going to share my blessings with you. എന്റെ അനുഗ്രഹം നിങ്ങളുമായി പങ്കുവയ്ക്കുക. All the boats were full. എല്ലാ ബോട്ടും നിറഞ്ഞിരിക്കുക. Hallelujah. That's a way of God's blessing. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു രീതിയാണ്. How many people want that? എത്ര പേർക്ക് അത് വേണം? Even if you don't lift your hands, God wants to give it to you. നിങ്ങളെ കൈ ഉയർത്തിയിലേക്ക് തരാൻ ഇഷ്ടമാണ് The ദൈവത്തിന്. problem is your limited mindset. പ്രശ്നം നിങ്ങളുടെ പരിമിതിയുള്ള മനസ്സാണ്. Hallelujah. Praise the Lord. I've seen people who preach this. പ്രസംഗിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. They are okay. അവർക്ക് കുഴപ്പമില്ല. They are willing to bless other people. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ I've അവർക്ക് seen ഇഷ്ടമാണ്. people who oppose this. എന്നാൽ അതിനെ എതിർക്കുന്നവരുണ്ട്. I've seen such people living in total poverty. അങ്ങനെയുള്ളവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. Please don't believe all this nonsense about, ആമേൻ. Praise the Lord. I'm going to break that today. ഹല്ലേലൂയ. ആ മൈൻഡ് സെറ്റിൽ Let നമുക്ക് your minds and your spirit be expecting God and His bigness. ആമേൻ. ദൈവത്തെയും ദൈവത്തിന്റെ വലിമയും പ്രതീക്ഷിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ. Expect great things. വലിയ കാര്യങ്ങൾ People who above the age of, let us say, 70, 70 വയസ്സിനപ്പുറമുള്ളവർ you know how they think in poverty lines? അവർ ദാരിദ്ര്യത്തെ പറ്റി എങ്ങനെ ചിന്തിക്കുന്ന I അറിയാം. am 70. എനിക്ക് 7 വയസ്സായി. What can I do for the Lord? ഇനി ഞാൻ എന്തോ ചെയ്യും? There was a man called Caleb. കേലബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. He said, give me that mountain now. I'm 70 years old. Give me that mountain. Oh, 80 years old. I want that mountain. I'm 80 years old. What a man was Caleb. ആമേൻ. എനിക്ക് 80 വയസ്സുണ്ട്, എന്നാൽ ഈ മല്ലന്മാരുടെ മല എനിക്ക് തരണം. Caleb did not say, ഹല്ലേലൂയ. കാലേബ് പറഞ്ഞില്ല, oh, I have a son. ഞാനൊരു മകനാ. He's smart. ഹല്ലേലൂയ. Let him go and take the mountain. എന്റെ മോൻ പോയി മല പിടിക്കട്ടെന്ന് പറഞ്ഞില്ല. Hallelujah. Hallelujah. Caleb said, കാലേബ് പറഞ്ഞു, I want that mountain, God. എനിക്ക് ഈ മല വേണം. He was 80 years old. 80 വയസ്സുണ്ട്. Hallelujah. Praise the Lord. Imagine people are 50 years old. ചിന്തിക്കുക 50 വയസ്സുള്ളവർ പോലും. Oh, that's the end of my life, ഓ എല്ലാം കഴിഞ്ഞു. അല്പകാലം മാത്രം യഹോവയിലെ വാസം, കഷ്ടം നഷ്ടം ശോധന ബാധന only little more time in this world. Oh, people Hallelujah. thinking of limitations. Hallelujah. പരിമിതികൾ മാറട്ടെ. ഇങ്ങനെയുള്ളവനൊക്കെ പോകുന്നിടത്ത് ഉപദ്രവം. Oh, wherever some I've seen people with the spirit of poverty, wherever they go, they bring poverty. ആമേൻ. ഇങ്ങനെയുള്ള ദാരിദ്ര്യത്തെ ആത്മാവ് മുന്നേ വഹിക്കുന്നവർ പോകുന്നവർ. There's something called the spirit of poverty. നിങ്ങൾക്ക് അറിയാമോ ദാരിദ്ര്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ How many of you know about it? എത്ര പേർക്ക് അതറിയാം? I want you to know that. Praise the Lord. നിങ്ങൾ അത് അറിയണം. Yeah, it can limit our thinking. നമ്മുടെ ചിന്താരീതിയെ അത് പരിമിതപ്പെടുത്തും. Somehow I'll go to heaven. ഓ എങ്ങനെയല്ലേ I'll scrape through to heaven. എങ്ങനെയല്ലേ നിറങ്ങി പോയാ. That is not how the people of God go. അങ്ങനെയല്ല ദൈവമക്കൾ പോകുന്നത്. You know how we go to heaven? എങ്ങനെ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നത്? Can you tell me how? എങ്ങനെയാണെന്ന് അറിയാം? Majestically, royally. ആമേൻ. മഹിമയോടെ, The angels come. തേജസ്സോടെ. Excuse me, sir. You are going to heaven today? ഹല്ലേലൂയ. ഓ ദൂതന്മാർ സർ നിങ്ങൾ You know, angels will call you sir. നിങ്ങൾക്ക് അറിയാമോ സാർ എന്ന് ദൂതന്മാർ വിളിക്കുമെന്ന് അറിയാം? Some people can't even believe these things. ചിലർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം വന്നപ്പോൾ ഈ കഷ്ടതയുടെ പ്രസംഗം കേൾക്കാൻ വന്നത്, എന്നിട്ട് വേണം ഒന്ന് കരഞ്ഞ് എൻ്റെ യേശു എന്റെ നെഞ്ചെ തൊട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് പോകാൻ വന്നതാ. സ്വത്രം അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ കണ്ണുനീരിന്റെ കരച്ചിലിന്റെ പരിപാടിയൊന്നുമില്ല. സ്വത്രം പറ. This is the house of rejoicing and the people of God will rejoice and be exceedingly glad. ഹല്ലേലൂയ. ഇത് അപ്പന്റെ ഭവനത്തിൽ സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, ജയമുണ്ട്. Hallelujah. Praise the Lord. Praise the Lord. Amen. Hallelujah. Praise the Lord. Are you understanding, people of God? നിങ്ങൾ മനസ്സിലാക്കണം. കരയാൻ വന്നതല്ലെന്ന് പറ. We സ്വത്രം. did not come here to cry. Of course, when the Holy Spirit comes upon us, He brings tears of gratefulness and gratitude and thanks, but not of misery, not of poverty, in Jesus' name. ആമേൻ. നിശ്ചയമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് താഴ്മയുടെയും വിധേയത്തിന്റെയും ഒക്കെ ഹല്ലേലൂയ ആത്മാവ് ചിലപ്പോൾ നമ്മൾ This morning I കരഞ്ഞു. was crying out to the Lord, Lord, who am I to deserve all this? കർത്താവേ ഇതിനെല്ലാം ഞാൻ എങ്ങനെ അർഹനായി? But I tell you, there is a greater thing than that. Praise the Lord. എന്നാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായതുണ്ട്. God wants to bless you. നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം Imagine Benji goes home ചിന്തിക്കുക, ബെഞ്ചി വീട്ടിൽ പോയി. and he sits there in his father's house. അപ്പന്റെ വീട്ടിലിരിക്കുമ്പോൾ Oh, why am I born like this? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത്? Oh, why am I like this? Can you imagine? നെഞ്ചത്തടിച്ചോണ്ടിരുന്ന He goes to his father's house. അപ്പന്റെ വീട്ടിൽ പോവുകയാ. You should see him in his father's house. He'll be standing on his head. ഹല്ലേലൂയ. അവനോട് തലയിൽ ഇരിക്കുന്ന He'll be കണ്ടാൽ jumping and dancing. അവനോട് തുള്ളിച്ചാടും. He loves his elder brother so much. അവന്റെ മൂത്ത ചേട്ടനാണ് The two of them ഇഷ്ടം. have an equation which the parents don't know. I know about it. ആമേൻ. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് അറിയാത്തൊരു ബന്ധം ഇവർ തമ്മിലുണ്ട്. They love each other so much. അവർ പരസ്പരം They are സ്നേഹിക്കുന്നുണ്ട്. so free with one another. അവർ Right, Benji? പരസ്പരം വളരെ സ്വതന്ത്രരായി Yes, ജീവിക്കുന്നവരാണ്. see, I told you he knows ആമേൻ. that. Praise the Because Lord. he's so free in the father's house. കാരണം അപ്പന്റെ വീട്ടിൽ അവൻ സ്വതന്ത്രനാണ്. Now imagine he goes to his father's house. ചിന്തിക്കുക, വീട്ടിൽ പോയിട്ട് He kneels before his father. പിതാവിന്റെ മുമ്പിൽ He looks at the watch. വച്ച് നോക്ക്. I've knelt before my father for 30 minutes.
അരമണിക്കൂർ മുട്ടുമേലിരുന്നു. Will I get my food? എനിക്ക് ഭക്ഷണം കിട്ടുമോ? No, you have to go and kneel before your mother also for 30 minutes. അമ്മയുടെ അടുക്കലും പോയി അരമണിക്കൂർ So he മുട്ടുമേലിരിക്കണം. goes and kneels before his mother's knees. അമ്മയുടെ അടുക്ക പോയി മുട്ടുമേലിരിക്കണം. Now will you give me some food? ഇച്ചിരി ഭക്ഷണം തരാമോ? ഇച്ചിരി കഞ്ഞിയും ലിറ്റിൽ കഞ്ഞി, ഇച്ചിരി പയറും. ലിറ്റിൽ പയർ. ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടതയും പട്ടിണിയും ഞെരുക്കും യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. Just can you give me little bit? There is a spirit of poverty. അതാണ് ദാരിദ്ര്യത്തിന്റെ ആത്മാവ്. Cancel it in Jesus' name. യേശുവിന്റെ നാമത്തിൽ In your father's house you have plenty. നിങ്ങളുടെ അപ്പന്റെ വീട്ടിൽ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ട്. You have plenty in your father's house. ഓ, അപ്പന്റെ വീട്ടിൽ സമൃദ്ധിയുണ്ട്. Amen. Amen. Ask him if you have ever gone hungry in his father's house. Ask him. എപ്പോഴെങ്കിലും കുഞ്ഞ് വിശന്നിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. How many of your parents are here? എത്ര മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്? Even if you don't eat, you will make sure that your children will eat. ഓ, നിങ്ങൾ ഇട്ട് കഴിച്ചില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ How many parents are like this in this place? അങ്ങനെയുള്ള മാതാപിതാക്കൾ എത്ര പേരുണ്ട്? Lift your hands and praise God. Praise the Lord. ആമേൻ. If you are parents like that, how much more our heavenly Father who wants to give you abundantly? ഓ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യും. നിങ്ങൾ നമ്മുടെ സ്വർഗ്ഗീയ പിതാവ് എത്ര അധികം. How many of you have that confidence before എത്ര God? പേർക്ക് ധൈര്യമുണ്ട്? Oh, will God help me? ദൈവം എന്നെ സഹായിക്കുമോ? Will God give me finances? എനിക്ക് പണം തരുമോ? I've been so good last 1 week. ഒരാഴ്ച ഞാൻ നന്നായിരുന്നു. I never got angry even once. ഒരിക്കൽ പോലും കോപിച്ചില്ല. So maybe I can expect God to give me $2 more. അതുകൊണ്ട് $2 കൂടുതൽ കിട്ടും. Wrong attitude. അതാണ് തെറ്റായ Who മനോഭാവം. wants your righteousness? നിങ്ങളുടെ നീതി ആരാ നോക്കുന്നത്? നിന്റെ നീതി കണ്ടേച്ചാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. Did God call you because God has blessed you because of the righteousness of his son Jesus. ഓ, ദൈവത്തിന്റെ പുത്രന്റെ നീതിയാൽ നിങ്ങൾ In the name of Jesus, take away your self-righteousness. ഓ, നിന്റെ സ്വയമായ നീതിബോധം എടുത്തു Take it away in Jesus' അതിനെ name. യേശുവിനാൽ എടുത്തു മാറ്റുക. Revival Church, I'm preaching to you. Take away your self-righteousness. Depend on the righteousness of Jesus. ഓ, റിവൈവൽ സഭയെ നിന്റെ സ്വയനീതി എടുത്തു മാറ്റി കർത്താവ് തരുന്ന നീതി നീ വിശ്വസിക്കുക. Hallelujah. Praise the Lord. Praise the Lord. Amen. You are not going to heaven because of your righteousness. നിങ്ങളുടെ നീതി കൊണ്ടല്ല നിങ്ങൾ സ്വർഗ്ഗത്തിൽ Many of you പോകുന്നത്. are trying to be good people. നിങ്ങൾ എല്ലാവരും നല്ലവരായി Oh, ശ്രമിക്കുക. some of you are trying to desperately maintain your image. ചിലർ നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഇമേജ് സൂക്ഷിക്കാൻ And if ശ്രമിക്കും. something happens to your image, you are finished. ഓ, പ്രതിച്ഛായ നഷ്ടപ്പെട്ടാൽ Tell the devil there is only one image that you are concerned about. പിശാചിനോട് പറയാ, എനിക്ക് ഒരു മുഖച്ഛായ മാത്രമേ ഉള്ളൂ. That is the image of my Jesus. അതെന്റെ യേശുവിന്റെ പ്രതിച്ഛായ. Turn to somebody and say, I have the image of Jesus. എനിക്ക് യേശുവിന്റെ പ്രതിച്ഛായയാണ്. I am only concerned about the image of my Jesus. യേശുവിന്റെ പ്രതിച്ഛായ മാത്രമേ എനിക്കുള്ളൂ. I am not a film star. ആമേൻ. I am not a film star. ഞാനൊരു സിനിമാ താരമല്ല. I don't have to worry growing old. എനിക്ക് പ്രായമാകുന്നതിൽ I am വിഷമമില്ല. growing stronger into the image of Jesus. യേശുവിന്റെ ഛായ ഞാൻ അധികം വളരുകയാണ്. I am not growing into the image of poverty. ദാരിദ്ര്യത്തിൽ ഞാൻ വളരുകയല്ല. I am growing into the image of Christ. ക്രിസ്തുവിന്റെ പ്രതിച്ഛായ ഞാൻ വളരുകയാണ്. Hallelujah. Praise the Lord. Praise the Lord. How many of you are scared of growing old? Come on. Let's be എത്ര honest. പേർക്ക് പ്രായമാകുന്നതിൽ ഭയപ്പെടുന്നുണ്ട്? How many of you are actually scared of growing old? She lifted her hand. Don't be scared of growing old. ഓ, പ്രായം വർദ്ധിക്കുന്നതിൽ ഭയപ്പെടണ്ട. If you are in Christ, നിങ്ങൾ let me ക്രിസ്തുവിലാണെങ്കിൽ tell you something. ഞാൻ പറയാം. The world is today looking for experienced people who have walked with God for a word of counsel. ആമേൻ, ആമേൻ. ദൈവത്തോടു കൂടി നടന്ന പരിചയമുള്ള ചിലരെ ഇന്ന് ഈ ലോകം നോക്കുകയാണ്. അവർക്ക് You know what the Bible says? ദൈവത്തിന് എന്ത് If പറയുന്നു? you see a gray hair in the path of righteousness, it is a blessing. ആമേൻ. നരച്ച തല ശോഭയുള്ള കിരീടമാണ് ദൈവവചനം പറയുന്നത്. Hallelujah. My desire is to live in this world as long as I can. ആമേൻ. എനിക്ക് ദൈവം എനിക്ക് ദീർഘായുസ്സോടെ Even if ജീവിക്കാൻ my entire hair becomes gray. മുഴുവൻ മുടി നരയ്ക്കുന്നവർ Hallelujah. വരയല്ല ആയാലും ആയാലും വിടാൻ വരട്ടെ സ്വത്രം. ഹല്ലേലൂയ. I want to live 120 years in this world being a wise counselor as the Lord wants me to in his glory, in his name. I'm not going. ആമേൻ, ആമേൻ. Hallelujah. 120 വർഷം വരെ ഇവിടെ ലോകത്തിൽ ജീവിച്ചിരുന്ന ദൈവത്തിന് വേണ്ടി ബുദ്ധിയുള്ള ആലോചന പറഞ്ഞു കൊടുക്കുന്നതിനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. 10 years ago, 10 വർഷം മുമ്പ് I was busy worshiping in a church. ഒരു സഭയിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. The young worship leader, very dynamic. He's now in Doha. അല്ലെ, ദോഹയിലാണ് അദ്ദേഹം ഇപ്പോൾ വർഷിപ്പ് ലീഡർ. He said, Pastor, അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, you are worshiping. നീ ആരാധിക്കുന്നു. We with our young bodies, സ്തോത്രം. ഞങ്ങളുടെ ഈ ചെറുപ്പമുള്ള ശരീരം we are also trying to keep pace with you. ഞങ്ങൾ പാസ്റ്ററിനോട് ചേർന്ന് I ആരാധിക്കാൻ said, that's the ശ്രമിക്കുക. anointing, son. ഞാൻ പറഞ്ഞു, ഇത് അഭിഷേകം Get that anointing. അഭിഷേകം When you have that anointing, നിങ്ങൾക്ക് അഭിഷേകം you can say with the saints, they that wait upon the Lord shall renew their strength. ഓ, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, കർത്താവിനെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. Hallelujah. How old are you? നിങ്ങൾ എത്ര I'm വയസ്സായി? as old as the anointing is. എന്നാൽ എത്രയുമാണ് നിങ്ങളുടെ അഭിഷേകം? Not in the kingdom of God. ഓ, ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. Not let the kingdom children do Let the children do their own ministry. കുഞ്ഞുങ്ങൾ അവരുടെ ശുശ്രൂഷ ചെയ്യട്ടെ. But I am going to do the ministry which God has called me. എന്നാൽ ദൈവം എന്നെ വിളിച്ച് ഞാൻ ചെയ്യുക. He has given me health. അവൻ എനിക്ക് ആരോഗ്യം തന്നു. He is giving me wealth. എനിക്ക് പണം And I want to declare his name till the last breath of my life. എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അവന്റെ നാമം ഞാൻ പ്രഖ്യാപിക്കും. Hallelujah. Praise the Lord. Our Father is rich. എന്റെ അപ്പം വളരെ ധനവാനാ. Our Father is rich.
എന്റെ അപ്പം മഹാസമ്പന്നൻ. Hallelujah. You remember the son who came back. നിങ്ങൾക്കറിയാമല്ലോ മടങ്ങി വന്ന മകൻ. Look at the bargain. ഹല്ലേലൂയ. അവിടെ നടക്കുന്ന സംസാരങ്ങൾ He loses everything that the father wants to give him. ആമേൻ. തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ പിതാവ് മടക്കി കൊടുത്തു. Then he comes back. മടക്കി വരിക. What does the father say? അപ്പൻ എന്ത് പറഞ്ഞു? Go into the field. ഹല്ലേലൂയ. ഇനി പണിയാൻ വേണ്ടി Be submissive to your elder brother. മൂത്ത ചേട്ടന് കീഴടങ്ങി. Learn the trade from him. അവനിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക. You were away for 7 days. 7 ദിവസം നീ Or പുറത്തായിരുന്നു. 7 years. 7 വർഷം പുറത്തായിരുന്നു. Now be submissive to him for another 7 years. അടുത്ത 7 വർഷം ചേട്ടന് കീഴടങ്ങി. Then you can stay outside the kitchen. എന്നിട്ട് കിച്ചന് വെളിയിൽ പാർക്കാം. You take fasting for another 21 days. 21 ദിവസം ഉപവസിക്കണം. Then I will think of giving you a little bit of food. അല്പം ഭക്ഷണം തരുന്നതിനെ പറ്റി ചിന്തിക്കാം. Is that what the father said? അങ്ങനെയാണോ പിതാവ് പറഞ്ഞത്? The minute the father saw the son, ഹല്ലേലൂയ. അപ്പൻ മകനെ കണ്ടപ്പോൾ he തന്നെ went and hugged him. ഓ, Hello. കെട്ടിപ്പിടിച്ചു. He went and hugged him. ഓടിപ്പോയി He കെട്ടിപ്പിടിച്ചു. put the best ring upon his fingers. ഓ, നല്ല മോതിരം അവന്റെ വിരൽമേൽ ധരിപ്പിച്ചു. He put the best clothes upon the son. ഏറ്റവും നല്ല അങ്കി അവനെ ഉടുപ്പിച്ചു. And there was such rejoicing. വളരെ ആനന്ദ ഭവനത്തിലുണ്ടായി. Church, here is a word for your church. സഭ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഒരു Compared to വചനമുണ്ട്. some of the other churches here. മറ്റുള്ള സഭയുമായി The താരതമ്യം. father did not consult with the elder brother before he made a banquet and a celebration for his younger son. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആമേൻ, കാര്യങ്ങൾ ആമേൻ, ദൈവത്തെ ആമേൻ. സ്തുതിച്ചോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു ആഘോഷം പിതാവായ ദൈവം ഏർപ്പെടുത്തിയപ്പോൾ മറ്റുള്ള സഭകളോട് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അല്ല, ഇത് പിതാവിന്റെ ഇഷ്ട നിമിത്തം ദൈവം ചെയ്യുന്നു. How long this fellow been here as a pastor? എത്ര നാൾ ഇവൻ Is he പാസ്റ്ററായിട്ടുണ്ട്? worthy to be blessed? നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട യോഗ്യതയുണ്ടോ? That's what the rest of the people are thinking. അതാ മറ്റുള്ള ചിന്തിക്കുന്നത്. That's what the elder son thought. അതാണ് മൂത്ത മോൻ I've ചിന്തിച്ചത്. been laboring so many years. അനേക വർഷമായി ഞാൻ I've been working hard. The father said, അധ്വാനിച്ചു. it is my business to bless my children. ആമേൻ. പിതാവ് പറഞ്ഞു, എന്റെ ഇഷ്ടമാണ് ഞാൻ ആരെ അനുഗ്രഹിക്കും. I don't have to ask other people a permission before I bless my children. മറ്റുള്ള എന്റെ മകനെ അനുഗ്രഹിക്കാൻ ഞാൻ മറ്റുള്ളവരുടെ സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. Oh, look at the elder brother. ചേട്ടൻ Now let's നോക്കിയേ. come back to the context. Forget the churches and all that. Come back to the context. സന്ദർഭത്തിലേക്ക് മടങ്ങി വരിക. What is the elder brother doing? ഹല്ലേലൂയ. ചേട്ടൻ എന്താ ചെയ്യുക? He's close to the father. അപ്പന്റെ അടുക്കയില്ല. Very submissive to the father. അപ്പനെ പോയി കീഴടങ്ങിയിരിക്കും. Father says yes, he will say yes. യെസ് എന്ന് പിതാവ് പറഞ്ഞ അങ്ങനെ പറയും. Father says no, he will say no. നോ എന്ന് പിതാവ് പറഞ്ഞ So അങ്ങനെ. submissive. വളരെ കീഴടങ്ങി. That's false submission, by the way. ഹല്ലേലൂയ. That is wrong submission. തെറ്റായ സംരക്ഷണം. Church, hello. സഭേ, We are not called to be yes man to any man of God. We are called to be yes man for Jesus alone. ആമേൻ. യേശുവിനോട് മാത്രം ആമേൻ പറയാൻ വിളിക്കപ്പെട്ടവരാണ്. Hello. I don't say you have to fight with pastors in the church, but keep your individuality. ആമേൻ. പാസ്റ്റർമാരെ വഴക്കുണ്ടാക്കാനല്ല, നിങ്ങളുടെ വ്യക്തിത്വം സൂക്ഷിക്കണം. Yes, keep your individuality. Church, are you listening to me? ആമേൻ. നിങ്ങളുടെ വ്യക്തിത്വം Don't സൂക്ഷിക്കണം. lose your individuality. നിങ്ങളുടെ വ്യക്തിത്വം You can നഷ്ടപ്പെടരുത്. have your own views, you can have your own ideas, and still love the man of God in the church. ആമേൻ. നിങ്ങളുടേതായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ളപ്പോൾ തന്നെ ദേവദാസനെ സ്നേഹിക്കുകയും You don't have to see everything as a man of God sees. അല്ലെങ്കിൽ ദേവദാസൻ കാണുന്ന പോലെ നിങ്ങളെല്ലാം കാണണമെന്നില്ല. Still we can love one another. എങ്കിലും നമുക്ക് സ്നേഹിക്കാൻ That's the പറ്റും. beauty of the new covenant. അതാണ് പുതിയ നിയമത്തിന്റെ Are you പ്രത്യേകത. with me, people of God? മനസ്സിലാവുന്നുണ്ടോ? Look at the garden. അല്ലെങ്കിൽ തോട്ടത്തിൽ നോക്കുക. There's so many trees. ഒരുപാട് വ്യത്യസ്ത But they are all in ട്രീകളുണ്ട്. the same garden. എല്ലാവരും ഈ ട്രീയിലാണ്, ഈ Is everything a ഗാർഡനിലാണ്. vineyard? Is everything a vine? ഹല്ലേലൂയ. ഈ തോട്ടത്തിലുള്ള എല്ലാം Remember, മുന്തിരിയാണ്. the church of God is not, our pastor said this. What the pastor says is the ultimate. What the pastor says need not be the ultimate. The ultimate is Jesus Christ himself. ആമേൻ. പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് ഇതാണ് ആത്യന്തികമായിട്ടുള്ളത്, ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതല്ല. യേശു പറയുന്നതാണ് ആത്യന്തികമായിട്ടുള്ളത്. Pastor said one thing. Praise the Lord for the pastor. പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, അതിനായിട്ട് സ്തോത്രം. Bless the pastor. പാസ്റ്ററെ അനുഗ്രഹിക്കണം. I look into the word of God. ഞാൻ ദൈവത്തിനെ The നോക്കി. Lord said something. കർത്താവ് വേറൊരു കാര്യം Maybe the പറഞ്ഞു. pastor didn't say it, but God spoke to you. Which is more important? What God says is more important. ആമേൻ. പാസ്റ്റർ പറഞ്ഞല്ല, ദൈവം നിങ്ങളോട് പറഞ്ഞാണ് അധികം പ്രാധാന്യം. Somebody shout an amen. ആമേൻ. Somebody shout a Praise the double Lord. amen. ആമേൻ. ആമേൻ. Somebody shout 3 times an amen. Hallelujah. Let the Praise name the of Lord. Jesus be Amen. glorified in your Hallelujah. life. Praise the Lord. Hallelujah. Amen. So the elder brother was as in a wrong submission. ഹല്ലേലൂയ. അത് ചേട്ടൻ തെറ്റായ കീഴടങ്ങലാ കഴിഞ്ഞത്. Hallelujah. Praise the Lord. And he was living close to the father. പിതാവിനോട് ചേർന്നിരിക്കുകയാണ്. But what was happening? എന്താ നടക്കുന്നത്? He was producing nothing good. നന്മയൊന്നും തന്നിൽ നിന്ന് Do വരുന്നില്ല. you see his attitude? എന്റെ മനോഭാവം നോക്കിയോ? He never asked his father even once for a calf. You remember that? You see that? ഹല്ലേലൂയ. ഒരു കാളയെ ഒരിക്കലും അപ്പനോട് ചോദിച്ചില്ല. Church, സ്തോത്രം. are you following this? ഹല്ലേലൂയ. He's laboring and laboring and laboring and laboring and laboring and laboring, not even asking his father even once. ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എന്നും ഒരിക്കൽ പോലും ഒരു കാളയെ ചോദിച്ചില്ല. Many believers are like that. അനേക വിശ്വാസികൾ അങ്ങനെയാ. Laboring. അധ്വാനിക്കുക. 40-day fasting is over. 40 ദിവസം ഉപവാസം കഴിഞ്ഞു. Another 40-day. Pastor, when is the next fasting prayer? അടുത്ത ഉപവാസ പ്രവർത്തനം എന്താ പാസ്റ്റർ? But pastor says no more fasting prayer.
Oh, this church has no spirituality. ഈ സഭയിൽ ആത്മീയതയില്ല. Then let me look for a church which will fast. എപ്പോഴും ഉപവാസിക്കുന്ന I സഭയിൽ am നോക്കാം. called to fast and pray. ഞാൻ ഉപവാസിക്കാനും പ്രാർത്ഥിക്കാനും What kind വിളിക്കപ്പെട്ടു. of life is that? എന്തോ ചെയ്തു? Fasting is for a purpose, ഉപവാസം ഒരു ഉദ്ദേശത്തോടു not കൂടിയാണ്. a lifelong attitude. എന്നും ഉപവസിച്ചുകൊണ്ടിരിക്കാനല്ല. A powerful man of God and his wife who have come here, you already know who it is. അല്ലേ, ഇവിടെ He വന്ന once told me, I asked Pastor, in an year, how many times, what is your routine of fasting? He said, my dear Shiju, I forgot fasting 3-4 years ago. ഇവിടെ വന്ന ദേവദാസനും ഭാര്യയും അല്ലെങ്കിൽ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര നാൾ എങ്ങനെ എപ്പോഴാണ് ഉപവസിക്കുന്ന ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു Fasting is for a purpose. ഉപവാസം ഒരു You are in the ഉദ്ദേശത്തിന് presence of God to receive something. അല്ലല്ല നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങൾ ഇതിന് ഒരു Jesus fasted for 40 days. യേശു 40 He ഉപവസിച്ചു. got up. യേശു എഴുന്നേറ്റു. He was filled with the power of the Holy Ghost. ദൈവശക്തിയാൽ നിറയപ്പെട്ടു. Now the devil was upset. പിശാച് നിരാശനായി. The devil's kingdom was going to be destroyed. പിശാചിന്റെ രാജ്യം തകർന്നു. When you fast and pray and get up, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് the എഴുന്നേൽക്കുമ്പോൾ devil must be scared of you. Don't be scared of the devil. The devil must be scared of you. പിശാച് നിങ്ങളെ ഭയപ്പെടണം. If you decide to fast and pray, the devil will be angry. അല്ലല്ലേ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോൾ പിശാചിന് കോപമാണ്. You know, the last 2-3 weeks when we were fasting and prayer, കഴിഞ്ഞ 2-3 ആഴ്ച നമ്മൾ ഉപവസിച്ച് the devil പ്രാർത്ഥിച്ചപ്പോൾ was really upset. I told you, I shared with you, many of you. How many of you sense that? എത്ര പേർക്ക് മനസ്സിലായി? The devil was recklessly upset. പിശാച് വളരെ Because he knows when we begin to fast, we are going to receive something awesome from God. ആമേൻ. കാരണം പിശാചിനെ അറിയാം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ ചിലത് പ്രാപിക്കാൻ പോവുകയാണ്. When we receive something from God, the devil is destroyed and his tail is punctured. ആമേൻ ആമേൻ. കർത്താവിൽ നിന്ന് ദൈവജനം ചിലത് പ്രാപിക്കുമ്പോൾ പിശാച് തകരുകയാണ്. But this elder son, എന്നാൽ ഈ മൂത്ത മകൻ he's fasting, fasting. Then he changed and said, okay, from today I will pray and fast. Earlier he was fasting and praying. From today it will be praying and fasting. ആമേൻ ആമേൻ. അദ്ദേഹം ഉപവസിച്ച് കൊടുക്കുക പ്രാർത്ഥിച്ച് ഉപവസിക്കത്തുള്ളൂ. Hallelujah. Praise the Lord. You see, he was busy working. അദ്ദേഹം തിരക്കുള്ളവനാണ്. We are not called for that kind of a work. നമ്മൾ അങ്ങനെയുള്ള തിരക്കിലല്ല. This fellow, the younger fellow, എന്നാൽ ഇളയവൻ he loses everything he has. എല്ലാം നഷ്ടപ്പെട്ടു. Then he comes back. മടങ്ങി വന്നു. That is all what the father wants. അത്രേ പിതാവ് He comes നോക്കുന്നു. back into the father's house. അപ്പന്റെ വീട്ടിൽ He മടങ്ങി gets the വന്നു. best robe. ഏറ്റവും നല്ല വസ്ത്രം He കിട്ടി. gets the best ring. ഏറ്റവും നല്ല റിംഗ് He കിട്ടി. gets the best celebration. എല്ലാ നല്ല ആഘോഷം കിട്ടി. You ask me, is it righteous? നമ്മൾ ചോദിക്കുന്നത് നീതിയാണോ? Will you do it? നമ്മൾ അന്ന് എങ്ങനെ ചെയ്യുമോ? But I tell you something. Read Romans chapter 10 verses 3 and 4. You'll see something amazing about God. ആമേൻ. ദൈവത്തെ പ്രത്യേകമായ ചില കാര്യം നമുക്ക് മനസ്സിലാക്കാം. റോമലേഖനം 10:3-4. Paul made it very clear. അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമായി പറയുന്നു. Don't run after your own righteousness. Run after the righteousness of God. സ്വന്തം നീതിയുടെ പിറകെ ഓടാതെ യേശു തരുന്ന നീതിക്ക് വേണ്ടി ഓടുക. You know that the father in that picture ആ ചിത്രത്തിലെ പിതാവ് is such a kind, compassionate father. വളരെ മനസ്സലിവുള്ള ദയയുള്ള He പിതാവ്. goes and tells the elder son, അദ്ദേഹം പിതാവിനോട് മൂത്തമോനോട് പറയുക. son, shouldn't you be happy? Shouldn't you be happy? മോനെ ഇപ്പോൾ നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കണ്ടേ? Because your brother who was lost has come back. അല്ലല്ലേ ഇവൻ മരിച്ചവനായിരുന്നു, ഇവൻ ഇപ്പോൾ ജീവിച്ചു. But I tell you, sometimes our heavenly father may not think like that. ചിലപ്പോൾ സ്വർഗ്ഗപിതാവ് അങ്ങനെ ചിന്തിക്കത്തില്ല. I mean, I want to bless my children because I want to bless my children. What is your problem? Sometimes he may ask. ആമേൻ. കർത്താവ് ചോദിക്കാം, എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുന്നു, എന്റെ മക്കളെ അനുഗ്രഹിക്കാൻ എനിക്ക് I want you ഇഷ്ടമാണ്. to know, church, your blessing is not dependent on any person. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അനുഗ്രഹം മറ്റുള്ളൊരു വ്യക്തി ആശ്രയിച്ചല്ല. Your God ordained, God agreed prosperity is not dependent on the season, on the weather, on the channels of the world. It is dependent only on the God who is blessing you. ആമേൻ. ദൈവികമായി നിങ്ങളുടെ മേൽ വരാനുള്ള അനുഗ്രഹം കാറ്റിനെ മഴയോ സാഹചര്യത്തെ ഒന്നും ആശ്രയിച്ചല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടുള്ളതാ. Hallelujah. Praise Our the God Lord. is a blessing God. നമ്മുടെ ദൈവം Today I want to, as we are going to worship, നമ്മളെ ആരാധിക്കുമ്പോൾ we want to break the spirit of poverty from the church. ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ നമ്മൾ ഇവിടുന്ന് മുറിച്ചു കളയാം. Minimum thinking. അല്ലല്ല, അതെ, പരിമിതപ്പെടുന്ന ചിന്തകൾ, Very minimal thinking. കഷ്ടിച്ച് കഴിയാനുള്ള ചിന്ത, Break it in Jesus' name. അതിനെ യേശുവിനകത്ത് തകർക്കുക. Another way of thinking. വേറെ രീതിയിലുള്ള ചിന്ത. You know, I know deliverance will come. I do believe in God. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, But not today. ഇന്നല്ല, It will take some more time. ഇച്ചിരി സമയം കൂടി എടുക്കും. This some more time is in your mind for the last so many years. അനേക വർഷങ്ങളായിട്ട് ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കും. Why can't it happen now? എന്തുകൊണ്ട് ഇന്ന് നടന്നുകൂടാ? Hallelujah. Praise the Lord. It can happen now. ഇപ്പോഴും But you നടക്കാം. don't know why we don't even think like that. നമ്മൾ എന്തുകൊണ്ടാണ് Because our mindset is like that. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ സെറ്റ് Yeah, ആയി. deliverance will come. We believe in God. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു, Yes. ഉണ്ടാവും. Yes. But your subconscious mind is saying എന്നാൽ ഉപബോധ മനസ്സ് പറയുന്നു, at least 3 months. കുറഞ്ഞ 3 At മാസം, least 2 months. കുറഞ്ഞ 2 മാസം. Today is the day of deliverance. ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. If you can take it. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ. Church, are you with me today? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? Let the mindset be changed. ഓ നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ. As we are going to worship, നമ്മൾ കർത്താവിനെ I ആരാധിക്കുമ്പോൾ want you to start നിങ്ങൾ investing with the promises of God. ഓ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് ആരംഭിക്കണം. With your full mind. നിങ്ങളുടെ പൂർണ്ണ You must മനസ്സോടെ tell the Lord, കർത്താവിനോട് പറയണം, Lord, today is the day of deliverance. കർത്താവേ, ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാണ്. I want to see that, Lord. എനിക്കത് കാണണം. And then
you see how the Lord works or not. കർത്താവ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടു. Today it's going to happen. ഇന്ന് നടക്കും. Today I will get it. ഇന്ന് എനിക്കത് കിട്ടും. Speak that out. Are you with me, people? ഹല്ലേലൂയ. അത് സംസാരിക്കുക. When you speak, നിങ്ങൾ you സംസാരിക്കുമ്പോൾ are digging a well. നിങ്ങൾ ഒരു കിണർ കുഴിക്കുക. Sometimes we need to dig deep ചിലപ്പോൾ നമ്മൾ ആഴത്തിൽ കുഴിക്കണം. because God can fill you even more. കാരണം കർത്താവ് അധികം നിങ്ങൾ നിറയ്ക്കും. I've told some of you, നിങ്ങൾ ചിലരോട് the പറഞ്ഞു, more you struggle in your deliverance, the more the blessing will be. ഹല്ലേലൂയ, എത്ര നിങ്ങൾ കഷ്ടപ്പെടുന്നു അതിനനുസരിച്ചുള്ള അനുഗ്രഹം വലുതായിരിക്കും. You know the reason for that? അതിന്റെ കാരണം Because the അറിയാമോ? last 5 years you have been digging with your mouth. കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ വായ് കൊണ്ട് You have been digging through praises of God. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. And so the well is even bigger. ഇപ്പോൾ നിങ്ങളുടെ കിണർ So വലുതാണ്. God is going to pour out even more blessings and more anointing in that well. അതുകൊണ്ട് ആ കിണറിലേക്ക് ദൈവം അധികം അനുഗ്രഹം അധികം അഭിഷേകം You may ask അയക്കും. me what is the righteousness beyond that? അത് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും അതിന്റെ അപ്പുറമുള്ള നീതി എന്താണ്? Your heavenly Father will tell the devil, they are my children, it is my righteousness. ആമേൻ. സ്വർഗ്ഗത്തിലെ അപ്പം പറയും എന്റെ നീതിയാണ് അവർ, എന്റെ ഇഷ്ടമാണ് ഞാൻ Are you with me, people of God? നിങ്ങൾക്ക് മനസ്സിലായോ? Your heavenly Father is absolutely responsible for your well-being. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ ശുഭതയ്ക്കും എന്റെ ദൈവം ഉത്തരവാദിയാ. You know, there are people who have accused me, they have found fault with me. എന്നിൽ ആളുകൾ കുറ്റം കണ്ടുപിടിക്കാൻ But ശ്രമിക്കുന്നുണ്ട്. I have seen a vision of some of them standing with me and worshiping. ഹല്ലേലൂയ. എന്നാൽ ആരാധനയുടെ ഒരു ബന്ധത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. I've seen them standing with me and worshiping. അവർ ആരാധന എന്നോടൊപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടു. I've seen them wearing, a white kurta, pajama, standing with me and worshiping. ഹല്ലേലൂയ. ഒരു കുർത്ത പജാമ ഒക്കെ ഇട്ട് എന്നോട് ആരാധിക്കാൻ കണ്ടു. Right now, they are accusing me and finding fault with me. അവർ എന്നെ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കുക. But do you know who my God is? എന്നാൽ എന്റെ ദൈവം ആരാധനറിയാം. My God changed Saul into Paul. ഓ എന്റെ ദൈവം ശൗലിനെ പൗലോസ് ആക്കിയവനാ. If I ask God tomorrow, എന്റെ ദൈവത്തോട് Lord, they hurt me so much. They offended me so much. How dare they minister? അവരെങ്ങനെ ശുശ്രൂഷിക്കുന്നു? You know what God will tell me? ദൈവം എന്താ പറയുന്നത്? Hello, sir. എന്റെ സാർ. That is my righteousness. എന്റെ നീതിയാണത്. That's my righteousness. People, do you understand this? മനസ്സിലാകുന്നുണ്ടോ? When God lifts up people, ദൈവം ആളുകളെ ഉയർത്തും. He also stands with them. നിങ്ങൾ അവരുടെ കൂടെ നിൽക്കും. I am their righteousness. ഓ ദൈവം പറയും ഞാനാണ് അവരുടെ നീതി. So you know what I do? Daddy, I know you. എനിക്കങ്ങനെ You അറിയാം. are very, very clever. അങ്ങ് വളരെ You are not in my pocket. അങ്ങയുടെ പോക്കറ്റിൽ I am in your pocket. ഞാൻ അങ്ങയുടെ പോക്കറ്റിലാ. Did you hear that, church? മനസ്സിലായോ? I am not in his. He is not in my pocket. I am in his pocket. ആമേൻ. നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നവനല്ല ദൈവം. He will lift who he wants to lift. ഓ കർത്താവ് ആരെ ഉയർത്തും അവരെല്ലാം He ഉയർത്തും. likes to lift up people. He will do it. Lifting up is my Father's business. ആമേൻ. ആരെയൊക്കെ ദൈവം ഉയർത്തണമോ അവരെ ഉയർത്തും. ഉയർത്തുന്നവനാണ് എന്റെ Who ദൈവം. am I to question God? ഞാൻ ദൈവത്തെ ചോദിച്ചാൽ But if I am wise, I'll stand with God. If I am wise, I will go with Him. ആമേൻ. എനിക്ക് ബുദ്ധിയുള്ളവനാണ് ദൈവത്തോട് ചേർന്നിരിക്കും. Hallelujah. Praise the Lord. Praise the Lord. ആമേൻ. Hallelujah. ആമേൻ. Let me tell you something. ഞാൻ പറയട്ടെ, Before the pastors of this church were ordained as pastors, ഈ സഭയിലെ പാസ്റ്റർമാരെ ഓർഡർ ചെയ്തതിന് the മുമ്പ് devil put up some couple of blocks. They didn't know that. Blocks in front of me. പിശാച് ചില തടസ്സങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. Then the Lord spoke to me through my wife. എന്റെ വൈഫിൽ കൂടെ കർത്താവ് സംസാരിച്ചു. That was the confirmation I needed. എനിക്ക് ആവശ്യമുള്ള ഒരു ഉറപ്പായിരുന്നു. She told me something. You know what? എന്ത് പറഞ്ഞറിയാമോ? You know how much God loves these pastors? ദൈവം ഇവരെ എത്ര സ്നേഹിക്കുന്ന അറിയാമോ? Church. സഭയെ അറിയാമോ? Do you know that? ഹല്ലേലൂയ. Right now they're sitting like this. ഇപ്പോൾ അവർ ഇവിടെ ഇരിക്കുകയാണ്. You will see how God is going to work in their lives. അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി നിങ്ങൾ കാണും. Right now look at each other. നിങ്ങൾ പരസ്പരം നോക്കുക. Tell to one another. പരസ്പരം പറയുക. ഇങ്ങനൊക്കെ കണ്ടോ ഇപ്പം? Oh, now it is like this. എന്നെ പിടിച്ചാ കിട്ടത്തില്ല. No, you cannot hold me. I am going to fly with my Jesus. Oh, ഞാൻ എൻ്റെ കർത്താവിനോട് പറക്കാൻ പോവുകയോ. കണ്ടോ അവിടെ? ആമേൻ. ഇപ്പൊ കാണുന്ന പോലെ കണ്ടോ? Praise the Lord. ആമേൻ. Hallelujah. Look at your children. Look at your neighbor. ഉപദേശി എന്നാ പറ്റി സമ്മതിക്കുന്നില്ലേ? Look at one another. ഇപ്പൊ കാണുന്ന പോലൊക്കെ കണ്ടോണം. പിടിച്ചാ കിട്ടത്തില്ല. Praise the Lord. Hallelujah. Turn to somebody and prophesy that over them. പറ ദൈവം നിന്നെ ഉയർത്തട്ടെ, മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. Go bless your brother and say, may God lift you, lift you, lift you. Oh, hallelujah. Hallelujah. May God lift you. Praise the May God Lord. lift you. May God lift you. ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you. ഹല്ലേലൂയ. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. You know what I pray for our children? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. You know, someday when God wants, when the church is big, ഒരു ദിവസം സഭ വലുതാകുമ്പോൾ hallelujah, maybe some of our children will be standing here and leading the church. കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സഭയെ നയിക്കും. Oh, all those guys sitting behind, right now they're sitting behind. ഇപ്പോൾ അവരെല്ലാം പുറകിലിരിക്കുക. No, we may be going here and there for missionary work. ഹല്ലേലൂയ. നമ്മൾ ഒരു വർഷം മിഷണറി I may go to China, Korea, Nepal. ഒരുപക്ഷെ ഞാൻ
ചൈനയിൽ കൊറിയയിൽ നേപ്പാളിൽ പോയേക്കാം, I may go to France, ഫ്രാൻസിൽ പോയേക്കാം, I may go to UK, UK പോയേക്കാം. but God will lift up the younger generation to stand there and declare the word of ഓ, my God. എന്നാൽ ദൈവം ഈ സഭയിലെ യങ്ങർ ജനറേഷൻ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വചനം സത്യസത്യമായി Our പ്രഖ്യാപിക്കും. children will stand before millions of people and worship the Lord. ഓ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദശലക്ഷക്കണക്കിന് ആത്മാക്കളുടെ മുമ്പിൽ നിന്ന് Prophesy that over them. ഹല്ലേലൂയ, അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. You know why there is so much of attack on our children? നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങൾക്ക് എത്ര വലിയ The ആക്രമണം? answer is very simple. ഹല്ലേലൂയ, ഉത്തരം ലഘുവാണ്. Why was there so much of attack on Joseph? ഹല്ലേലൂയ, യോസേഫിന് മേൽ വളരെ ആക്രമണം ഉണ്ടായി. What God has seen, God will lift up. ദൈവം കണ്ടത് ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. Hallelujah. Amen. Hallelujah. ആമേൻ. Alive, alive, alive forevermore. My Jesus is alive, alive forevermore. Alive, alive, alive forevermore. My Jesus is alive. Sing hallelujah, sing hallelujah. My Jesus is alive forevermore. Sing hallelujah, hallelujah. My Jesus is alive. Alive, alive, alive forevermore. My Jesus is alive, alive forevermore. Alive, alive, alive forevermore. My Jesus is alive. Sing hallelujah, sing hallelujah. My Jesus is alive Sing forevermore. hallelujah. My Jesus is Alive, alive, alive forevermore. My Jesus is alive, alive forevermore. Alive, alive, alive forevermore. Oh, My Jesus is alive. Sing hallelujah. Sing hallelujah. My Jesus is alive forevermore. Sing hallelujah. Sing hallelujah. My Jesus is alive. My Jesus is alive. My Jesus is alive.